ഹായ് സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് നമ്മുടെ തുല്യതാ കോഴ്സിലെ സമൂഹശാസ്ത്രം എന്ന സബ്ജക്റ്റാണ്. അതായത് സോഷ്യോളജി എന്ന സബ്ജക്റ്റാണ് ഞാൻ എടുക്കുന്നത്. അതിലെ ഒന്നാമത്തെ പാഠമായ സമൂഹശാസ്ത്രവും സമൂഹവും എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. ഇതിൽ ഈ സമൂഹശാസ്ത്രത്തില് നമുക്ക് ആ തുടക്കത്തിൽ ആരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്? സി റൈറ്റ് മീൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സി റൈറ്റ് മീൽസ് ആരാണ്? അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞനായ ഈ സമൂഹശാസ്ത്ര സങ്കല്പം എന്ന ഒരു പദം ആദ്യമായി രൂപീകരിച്ചത് സി റൈറ്റ് മീൽസ് ആയിരുന്നു. സമൂഹത്തെ കുറിച്ച് ഒരു ശാസ്ത്രീയമായ വിശകലനം ചെയ്യാനും അതിനെക്കുറിച്ച് പ്രബന്ധങ്ങൾ തയ്യാറാക്കുകയും ചെയ്തത് സി റൈറ്റ് മീൽസ് ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുക? അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞനായ ഡാഷ് രൂപീകരിച്ച പദമാണ് സമൂഹശാസ്ത്ര സങ്കല്പം. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം എന്താണ്? സി റൈറ്റ് മീൽസ്. ഇനി ഇവിടെയും ഡാഷ് ഇട്ട് വരാം. എങ്ങനെയായത് ചോദ്യം? അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞനായ സി റൈറ്റ് മീൽസ് രൂപീകരിച്ച പദമാണ് ഡാഷ് എന്നൊരു ഫില്ലപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് എഴുതാം? സമൂഹശാസ്ത്ര സങ്കല്പം. ഇനി സമൂഹശാസ്ത്ര സങ്കല്പത്തെ കുറിച്ച് സി റൈറ്റ് മീൽസിന് സമൂഹശാസ്ത്ര സങ്കല്പത്തെ കുറിച്ച് വിവരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് നമുക്ക് അവിടെ എഴുതാം, തുടക്കമായിട്ട് എഴുതാം. ഇനി എന്താണ് സമൂഹം? ഒരു സമൂഹം എങ്ങനെ രൂപീകരിക്കുന്നു? ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ചേരുന്നതാണ് ഒരു സമൂഹം എന്ന് പറയുന്നത്. അതായത് ഒരേ കാര്യം ഒരുമിച്ച് ചെയ്യുന്നത് ഒരു വ്യക്തി, ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഒരു പ്രവൃത്തിയെ ഒരു രീതിയിൽപ്പെട്ട പ്രവൃത്തിയെ ഒരുമിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു വിഭാഗത്തിലേക്ക് പെടുക എന്നുള്ളതെല്ലാം ഒരു സമൂഹമായിട്ട് നമുക്ക് എടുക്കാം. ഈ ഞാനെന്ന് പറയുന്ന വ്യക്തി ആരാണ്? മനുഷ്യനാണ്. ഈ മനുഷ്യനെ നമുക്ക് ഇപ്പോൾ ഒരു രണ്ട് സമൂഹം എടുത്തു കഴിഞ്ഞാൽ, അതായത് സസ്യ വിഭാഗവും ജന്തു വിഭാഗവും. മനുഷ്യൻ അപ്പൊ ഏതിൽപ്പെടും? ജന്തു വിഭാഗത്തിൽപ്പെടും. അപ്പൊ ജന്തുക്കൾ ഉള്ള സമൂഹത്തിലാണ് മനുഷ്യൻ പെടുന്നത് നമുക്ക്. അപ്പൊ മനുഷ്യൻ നമുക്ക് ഒരു സമൂഹം എന്തായിട്ട് എടുക്കാം? ജന്തു സമൂഹം. മനുഷ്യൻ ഏതിൽ പെടുന്നു? ജന്തു സമൂഹത്തിൽ പെടുന്നു. ഈ ജന്തു സമൂഹം എന്ന് പറയുമ്പോൾ നമുക്ക് പല മൃഗങ്ങളും പക്ഷികളും ഒക്കെ വരും. അപ്പൊ ആ കൂട്ടത്തിൽ ഏത് വിഭാഗത്തിൽപ്പെടും? മനുഷ്യ വിഭാഗത്തിൽപ്പെടും. അപ്പൊ മനുഷ്യനാകുന്ന സമൂഹത്തിൽ പെടുന്നതാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ ഞാൻ എന്ന് പറയുന്ന വ്യക്തി മനുഷ്യ സമൂഹത്തിൽ പെടും. അപ്പം രണ്ടാമത്തെ ഒരു സമൂഹം ഉണ്ടായി. എന്താണ്? മനുഷ്യ സമൂഹം. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ആണും പെണ്ണും. അപ്പൊ അതിൽ വീണ്ടും ഒരു സമൂഹം ഉണ്ടാവണം. ആണെന്ന് പറയുന്ന സമൂഹത്തിൽ പെടാം, അല്ലെങ്കിൽ പെണ്ണെന്ന് പറയുന്ന സമൂഹത്തിൽ പെടാം ഈ മനുഷ്യൻ. അപ്പൊ ഈ മനുഷ്യർക്ക് ജാതി വ്യവസ്ഥയുണ്ടല്ലോ, നമുക്ക് ജാതി. അപ്പൊ ജാതി ഇന്ന ഓരോ ജാതി ഓരോ സമൂഹങ്ങളാണ് അല്ലെ? ഓരോ ജാതിയിൽപ്പെട്ട മനുഷ്യരും ജീവിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഈ മനുഷ്യൻ, ഈ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഏത് ജാതിയിൽ പെടും? അപ്പൊ അതൊരു സമൂഹമായി മാറും. ആ ജാതിയിൽപ്പെട്ട സമൂഹത്തിന് ജാതി സമൂഹം എന്ന് പറയാം. അപ്പൊ ജാതി എന്ന് പറയുന്ന ഒരു സമൂഹത്തിലേക്ക് ഈ മനുഷ്യനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അയാൾക്കൊരു മതമുണ്ടെങ്കിൽ, അയാൾ ഒരു മതവിഭാഗത്തിലെ വിശ്വാസിയാണെങ്കിൽ അപ്പൊ അയാൾ ഒരു മതസമൂഹത്തിലും ഉൾപ്പെടുന്നു. അത് കഴിഞ്ഞ് അയാൾ തൊഴിലെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ അയാൾ ഒരു തൊഴിലാളി സമൂഹമായി മാറുന്നു. അയാൾക്കൊരു ഭാഷയുണ്ട്. ആ ഭാഷ വന്നിട്ട് മലയാള ഭാഷയാണ് അല്ലെങ്കിൽ തമിഴാണ്. അയാൾ ഏത് ഭാഷ സംസാരിക്കുന്നോ അപ്പൊ അയാൾ ആ ഭാഷയുടെ പേരിലുള്ള ഒരു സമൂഹത്തിലേക്ക് പെടുന്നു. അപ്പൊ മലയാളമാണ് സംസാരിക്കുന്നതെങ്കിൽ മലയാളി സമൂഹം എന്ന് നമുക്ക് അയാളെ വേർതിരിച്ച് കാണാം. അയാൾ ഒരു വിദ്യാർത്ഥിയാണ്, പഠിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അയാൾ ആ വിദ്യാർത്ഥികളുടെ ഒരു സമൂഹത്തിലേക്ക് അയാൾ പെടുകയാണ്. അപ്പൊ അതൊരു വിദ്യാർത്ഥി സമൂഹമായി ആ വ്യക്തി മാറുന്നു. അപ്പൊ ഒരു വ്യക്തിയെ നമുക്ക് സമൂഹമാക്കുമ്പോൾ, ഒരു സമൂഹത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകളിൽ പെടുന്ന ഒരു വ്യക്തിയാവുമ്പോഴത്തേക്ക് ആ വ്യക്തി ഒരു സമൂഹമായി മാറുകയാണ്. അപ്പൊ ആ സമൂഹത്തിന് തന്നെ നമുക്ക് പലതായി ഡിവൈഡ് ചെയ്യാം. ആ വ്യക്തി ഒരു വിദ്യാർത്ഥി പഠിക്കുകയാണെങ്കിൽ അയാൾ വിദ്യാർത്ഥി സമൂഹത്തിൽ ഉൾപ്പെടും. അയാൾ ജോലിയും കൂടെ ചെയ്യുകയാണെങ്കിൽ അയാൾ തൊഴിലാളി സമൂഹത്തിൽപ്പെടും. അയാൾ മലയാളം സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ മലയാളി സമൂഹത്തിൽപ്പെടും. അയാൾ ഒരു ആണാണെങ്കിൽ ആൺ സമൂഹത്തിൽപ്പെടും. അയാൾക്കൊരു മതമുണ്ടെങ്കിൽ മതസമൂഹത്തിൽപ്പെടും. ജാതി ഉണ്ടെങ്കിൽ ജാതി സമൂഹത്തിൽപ്പെടും. ഇങ്ങനെ അയാൾ പല പല സമൂഹങ്ങളിലേക്ക് ഉൾപ്പെടുന്നു. ഇതാണ് നമ്മുടെ സമൂഹശാസ്ത്ര സങ്കല്പത്തില് സി റൈറ്റ്സ് മീൽസ് പറയുന്നത്. ഇതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വ്യക്തിയുടെ സ്വകാര്യ പ്രശ്നങ്ങൾ എപ്രകാരമാണ് സാമൂഹ്യ പ്രശ്നങ്ങളായി മാറുന്നത്
സ്വകാര്യമായ പ്രശ്നങ്ങൾ എപ്പോഴാണ് ഒരു സാമൂഹ്യ പ്രശ്നം, സമൂഹത്തെ അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നമായിട്ട് മാറുന്നത്? റൈറ്റ് മീൽസിന്റെ സമൂഹശാസ്ത്ര സങ്കല്പം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ സമൂഹശാസ്ത്ര സങ്കല്പം ഉണ്ട്, അതിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വ്യക്തിയുടെ സ്വകാര്യ പ്രശ്നം എങ്ങനെയാണ് സമൂഹ പ്രശ്നമായിട്ട് മാറുന്നതെന്ന് വിവരിക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം, ആദ്യം നമ്മൾ എന്താണ് അദ്ദേഹത്തിന്റെ ആശയം എന്താണെന്ന് എഴുതണം. അപ്പൊ അദ്ദേഹത്തെ സമൂഹശാസ്ത്ര സങ്കല്പം എന്ന ആശയം എന്താണ്? വ്യക്തിപരമായ പ്രശ്നങ്ങളെ സമൂഹ പ്രശ്നങ്ങളായി കാണാൻ കഴിയണമെങ്കിൽ ഒരു വ്യക്തി തൻ്റെ വ്യക്തിപരിധിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പ്രശ്നത്തെ അതിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വസ്തുനിഷ്ഠമായി നോക്കിക്കാണേണ്ടതുണ്ട്. അതായത് വ്യക്തിപരമായ പ്രശ്നങ്ങളെ സമൂഹ പ്രശ്നങ്ങളായി കാണാൻ കഴിയണമെങ്കിൽ ഒരു വ്യക്തി തൻ്റെ വ്യക്തിപരിധിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പ്രശ്നത്തെ അതിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വസ്തുനിഷ്ഠമായി നോക്കിക്കാണേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ പ്രശ്നം ഒരു സാമൂഹ്യ പ്രശ്നമാണോ? തൊഴിലില്ല, ഇപ്പൊ എനിക്ക് ജോലിയില്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. പക്ഷെ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള പലർക്കും ജോലിയില്ലെങ്കിൽ എന്താണ്? അതൊരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. അപ്പൊ ആ പ്രശ്നത്തെ നോക്കി കാണേണ്ടത് എങ്ങനെയാണ്? അയാൾ തൻ്റെ വ്യക്തിപരിധിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പ്രശ്നത്തെ അതിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വസ്തുനിഷ്ഠമായി നോക്കി കാണേണ്ടത്. ആ പോയിന്റ് എടുത്തെഴുതണം. വസ്തുനിഷ്ഠമായി, ചിന്താഗതിക്കനുസരിച്ച് നമ്മൾ ആ പ്രശ്നത്തെ കാണാൻ പാടില്ല. അതിൻ്റെ വസ്തുനിഷ്ഠതയിലൂടെ വേണം നമ്മൾ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടത്. അപ്പൊ ഇത്രയാണ് അദ്ദേഹത്തിന്റെ ആശയം. ഈ ആശയത്തെ വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ വിവരിക്കണം. അപ്പൊ എപ്പോഴും വിവരണം എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണ സഹിതം വേണം വിവരിക്കാൻ. കാരണം ഇതാണ് അതിന്റെ ആശയം. പക്ഷെ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ചിലപ്പോൾ 4 മാർക്കോ 5 മാർക്കോ ആണെങ്കിൽ ഇത്രയും മാത്രം എഴുതിയാൽ പോരാ. അപ്പൊ ഒരു ഉദാഹരണമായി എന്തെങ്കിലും ഒരു ഇൻസിഡന്റിനെ വെച്ചുകൊണ്ട് നമുക്ക് അതിനെ വിവരിച്ചെഴുതാൻ സാധിക്കും. ഇവിടെ ഞാൻ പറയുന്ന ഒരു ഇൻസിഡന്റ് ആശുപത്രി എടുക്കാം. ഒരു ഹോസ്പിറ്റലിൽ 2 നിരക്കുകളുണ്ട് അല്ലെ? എന്തൊക്കെയാണ്? മരണനിരക്കും ഉണ്ട്, രോഗനിവാരണ നിരക്കുണ്ട്. ഒരു രോഗി ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ റിക്കവറി ആയി പുറത്തു വരാം, അല്ലെങ്കിൽ അയാൾ അസുഖം മൂലം മരണപ്പെടുകയും ചെയ്യാം. അപ്പൊ മരണനിരക്കും ഉണ്ട്, രോഗനിവാരണ നിരക്കും ഉണ്ട്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ അത് വന്നിട്ട് എന്താണ്? അത് വ്യക്തിപരമായ പ്രശ്നമാണ്. പക്ഷെ ആ വ്യക്തിപരമായ പ്രശ്നം സാമൂഹ്യ പ്രശ്നമായിട്ട് മാറുന്നത് എപ്പോഴാണ്? ആ ആശുപത്രിയിൽ രോഗനിവാരണ നിരക്കിനെക്കാട്ടി കൂടുതൽ മരണനിരക്കാണ് കൂടുതലെന്ന് ചിന്തിക്കുക. മരണനിരക്കാണ് കൂടുതലെങ്കിൽ എന്തായിരിക്കും അതിന്? അപ്പൊ അതൊരു സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം എന്താണ്? നമ്മൾ രോഗം മാറിക്കിട്ടാനാണ്. പക്ഷെ മാറിക്കിട്ടാണ്ട് നമ്മൾ മരണത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ആ സമൂഹത്തിൽ ആ ഹോസ്പിറ്റൽ മൂലം ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ പ്രശ്നമുണ്ട്. അതായത് നമുക്ക് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ, പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവറി ഉണ്ടാവുന്നില്ല. അപ്പൊ ഈ സാമൂഹ്യ പ്രശ്നത്തിനെ അഭിമുഖീകരിക്കണമെങ്കിൽ ആ വ്യക്തി, അതായത് അതിനുള്ള രോഗനിവാരണത്തിനായി പോണ വ്യക്തി അല്ലെങ്കിൽ വ്യക്തിയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ അതിൽ നിന്നും മാറി നിന്ന് ആ സാമൂഹ്യ പ്രശ്നത്തിന് കാരണങ്ങളെ വസ്തുനിഷ്ഠമായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ വസ്തുനിഷ്ഠമായി നോക്കിക്കാണണം. അപ്പോഴേ അത് എന്തെന്ന് അറിയാൻ പറ്റും, അതൊരു സാമൂഹ്യ പ്രശ്നമാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. സ്വാഭാവിക മരണങ്ങൾ സംഭവിക്കാറുണ്ട്, അതുകൊണ്ട് അതിന് നമുക്ക് സാമൂഹ്യ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഹോസ്പിറ്റലിൽ അനാസ്ഥ മൂലം മരണം സംഭവിക്കുകയാണെങ്കിലോ അത് സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. അപ്പൊ എന്തൊക്കെയായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഇങ്ങനെ വസ്തുനിഷ്ഠമായിട്ട് കാണേണ്ടത്? എങ്ങനെയൊക്കെ ആയിരിക്കാം? ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് ഡോക്ടറുണ്ടോ? രോഗിയെ ചികിത്സിക്കാൻ ഡോക്ടറുണ്ടോ? അതുപോലെ തന്നെ നേഴ്സിന്റെ അവൈലബിലിറ്റി ഉണ്ടോ? ആവശ്യത്തിന് നേഴ്സ് ഹോസ്പിറ്റലിലും ഉണ്ടോ? അതുപോലെ തന്നെ ധാരാളം രോഗികൾ വരുന്നുണ്ട്, ഒരുപാട് രോഗികൾ വരുന്നുണ്ട്. എല്ലാ രോഗികളെയും നോക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് എന്തെങ്കിലും, അതായത് ഇപ്പോൾ ഒരു പനി എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ പെട്ടെന്ന് ഒരു കുറിപ്പടിയിൽ പാരസെറ്റമോൾ പോലുള്ള എന്തെങ്കിലും മരുന്നുകൾ മാത്രം എഴുതി വിടുകയാണോ? അത് പനി എന്ന് പറയുന്നത് പല കാരണങ്ങളാൽ ഉണ്ടാവാം. അപ്പൊ അതിൻ്റെതായ ഡയഗ്നോസിസ് ചെയ്യുന്നുണ്ടോ? അതായത് ടെസ്റ്റിങ്ങിനായിട്ട് എഴുതുന്നുണ്ടോ? രോഗിക്ക് കുറിപ്പടിയിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഒക്കെ എഴുതുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പം അതൊരു സാമൂഹിക പ്രശ്നമാണോ എന്ന് അറിയാനാണ് ഇങ്ങനെ നമുക്ക് അതായത് അത് ഇവിടെ ഉണ്ടാകുന്ന മരണനിരക്ക് സ്വാഭാവികമാണോ അല്ലോ, ഇവരുടെ ഇങ്ങനെയുള്ള അനാസ്ഥകൾ, അതായത് അവര് അതിനെക്കുറിച്ച് ഒരു രോഗി പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് അവര് രോഗം എന്താണ് തിരിച്ചറിയാനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി ആ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ലാബുകൾ ആ ഹോസ്പിറ്റലിന് ചുറ്റുപാടും ഉണ്ടോ?
എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യ മരുന്നുകൾ കിട്ടാനുള്ള മെഡിക്കൽ സ്റ്റോറുകൾ ആ ഹോസ്പിറ്റലിന് ചുറ്റുമുണ്ട്. ആ അത്യാവശ്യ മരുന്ന് സമയത്തിന് കിട്ടാത്തത് മൂലം രോഗി മരണപ്പെടാം. ഇനി ഈ ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുന്നത് വന്നിട്ട് ആക്യുറേറ്റഡ് വാല്യൂ ആണോ, അതായത് കൃത്യമായ അളവ് കൊല്ല് കണ്ടുപിടിച്ചതാണോ, അതായത് ഇപ്പൊ ഷുഗർ ആയാലും എന്തായാലും അത് കറക്റ്റ് ആണ്, നോർമൽ, അതായത് കറക്റ്റ് ആയിട്ടുള്ള അളവല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള ടെസ്റ്റ് റിസൾട്ട് ആണോ വരുന്നത് അതനുസരിച്ചിട്ടുള്ള മരുന്നായിരിക്കും ഡോക്ടർ നോക്കുക. അപ്പം നമ്മുടെ ലാബും കറക്റ്റ് ആണോ, ലാബിലുള്ള ടെസ്റ്റ് റിസൾട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് കേസാണ്. അപ്പൊ ഇങ്ങനെ പല പല കേസുകൾ ഇതിൽ ഉണ്ടാവുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിലുള്ള മരണനിരക്കും അല്ലെ രോഗനിവാരണ നിരക്കിന്റെയും വ്യത്യസ്തം വരാൻ റേഷ്യോ കൂടിയും കുറഞ്ഞും വരാനുള്ള കാരണം നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രശ്നത്തിൽ നിന്ന്, ആ സമൂഹ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്ന് അതിനെ അന്വേഷിക്കണം. അങ്ങനെ നേരിടുമ്പോൾ മാത്രമേ ആ പ്രശ്നം, ആ വ്യക്തി നേരിട്ട മരണം അല്ലെങ്കിൽ ആ വ്യക്തി നേരിട്ട ആ ഒരു പ്രശ്നം അതൊരു സമൂഹ പ്രശ്നമാണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇതാണ് സി റൈറ്റ്സ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഒരു വ്യക്തിയെ നേരിടുന്ന പ്രശ്നങ്ങൾ ആ വ്യക്തി അതൊരു സമൂഹ പ്രശ്നമാണോ എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ ആ വ്യക്തി ആ പ്രശ്നത്തിൽ നിന്നും പുറത്തു വന്ന്, വ്യക്തിപരിധിയിൽ നിന്ന് പുറത്തു വന്നിട്ട് ആ പ്രശ്നത്തിന് എന്ത് ചെയ്യണം, അതിനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വസ്തുനിഷ്ഠമായി നോക്കി കാണേണ്ടതുണ്ട്. വ്യത്യസ്ത സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് ഡോക്ടറിന്റെ അവൈലബിലിറ്റി, നേഴ്സിന്റെ അവൈലബിലിറ്റി, ലാബ്, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോർ, ഇങ്ങനെയുള്ള എല്ലാ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് അതിലെല്ലാം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ ഇല്ലേ എന്നുള്ളത് വസ്തുനിഷ്ഠമായി നോക്കിയിട്ട് വേണം ആ ഉണ്ടാകുന്ന മരണനിരക്ക് കൂടുന്നതിനുള്ള കാരണത്തെ വസ്തുനിഷ്ഠമായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ അതൊരു സമൂഹ പ്രശ്നമാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് ഈ ചോദ്യത്തിന് എഴുതേണ്ട എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആൻസർ. ഇതിപ്പോ ഞാനിവിടെ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ പറയാം. ഉദാഹരണത്തിന് ടെസ്റ്റിൽ വേറൊരു ക്വസ്റ്റ്യനും ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? കുഴിഞ്ഞ കണ്ണുകളും ഉന്തിയ വയറുമായി പട്ടിണിക്കോലങ്ങളായ വ്യക്തികളെ നാം നിത്യേന കാണാറുണ്ട്. ഈ വ്യക്തികളെ സംബന്ധിച്ച് പട്ടിണി ഇവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളാണ്. സി റൈറ്റ് മീൽസ് മുന്നോട്ട് വെച്ച സമൂഹശാസ്ത്ര സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന്റെ സാമൂഹ്യ സ്വഭാവം ചർച്ച ചെയ്യുക. 11ാമത്തെ പേജിലാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പം അവിടെ പറയുന്നത് എന്താണ്? നമുക്ക് ചുറ്റും കുഴിഞ്ഞ കണ്ണുകളും ഉന്തിയ വയറുമായി പട്ടിണിക്കോലങ്ങളെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽപ്പെട്ട മനുഷ്യര് അത് അവരുടെ പട്ടിണി എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായ പ്രശ്നമാണ്. പക്ഷെ അതൊരു സാമൂഹ്യ പ്രശ്നമാണോ എന്ന് സി റൈറ്റ് മീൽസിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുവാനാണ് പറയുന്നത്. അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. എന്തുകൊണ്ട്? ആ വ്യക്തി പട്ടിണിയിലേക്ക് പോകാൻ പല കാരണങ്ങളും ഉണ്ടാകും. ഒന്ന് വന്നിട്ട് അയാൾക്ക് തൊഴിൽ കിട്ടാത്തത് കൊണ്ട്, അയാളുടെ അറിവിനനുസരിച്ച് അല്ലെ അയാളുടെ കഴിവിനനുസരിച്ചുള്ള ഒരു തൊഴിൽ കിട്ടാതെ പോകുന്നതും അയാൾ പട്ടിണിയിലേക്ക് പോകും. അപ്പൊ ആ പ്രദേശത്ത് അല്ലെ ആ സമൂഹത്തില് ഇവർക്കും തൊഴിൽ ചെയ്യാനുള്ള തൊഴിലവസരങ്ങളുടെ കുറവ്, അത് ഒരു പട്ടിണിക്ക് ഒരു കാരണമായിട്ട് നമുക്കിവിടെ പറയാം. അപ്പൊ അതൊരു സമൂഹ പ്രശ്നമാണ്. ആ സമൂഹത്തിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ, അത് എഴുതാം. പിന്നെ ആ വ്യക്തിയുടെ ജാതിപരമായ പ്രശ്നങ്ങളും വരാം. കാരണം ഉയർന്ന ജാതിക്കാരുടെ ഇടയിൽ താഴ്ന്ന ജാതിക്കാർക്ക് ജോലി കിട്ടാനുള്ള അവസരം കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രശ്നം, ഒരു വ്യക്തി നേരിടുന്ന പ്രശ്നം ഒരു സാമൂഹ്യ പ്രശ്നമാണോ എന്നുള്ളത് സി റൈറ്റ് മീൽസിന്റെ ചിന്താഗതി വെച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയത്തെ വെച്ചിട്ട് നമുക്ക് വിവരിച്ചെഴുതാൻ സാധിക്കും. അടുത്ത സെക്ഷൻ എന്താണ് പറഞ്ഞത്? സമൂഹങ്ങൾക്കിടയിലെ ബഹുസ്വരതയും അസമത്വങ്ങളും. സമൂഹങ്ങൾക്കിടയിലെ ബഹുസ്വരത എന്ന് വെച്ചാൽ ഭിന്നാഭിപ്രായം, പലർക്കും പല അഭിപ്രായങ്ങൾ. ബഹുസ്വരതയും അതുപോലെ അസമത്വങ്ങളും. അസമത്വം എന്ന് ഉദ്ദേശിക്കുന്നത് സമത്വമില്ലായ്മ, തുല്യതയില്ലായ്മ. ആ അസമത്വങ്ങളെയും കുറിച്ചാണ് ഈ ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഏരിയയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സമൂഹങ്ങൾക്കുള്ളിലെ ബഹുത്വം എന്ന ആശയത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റുള്ളവർ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും നാം നമ്മുടെ സമൂഹം എന്ന് പറയുന്നതിലും അർത്ഥവ്യത്യാസം വിവരിക്കുക. അതായത് മറ്റുള്ള നമ്മുടെ സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ത്, നാം നമ്മുടെ സമൂഹത്തെക്കുറിച്ച് അർത്ഥവത്താക്കുന്നത് എന്ത് എന്നുള്ളതാണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കിക്കാണേണ്ടത്. വ്യത്യാസം എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളെ ഒരൊറ്റ സമൂഹമായിട്ട് കാണുന്നു, നമ്മൾ നമ്മുടെ സമൂഹത്തെ വ്യത്യസ്തമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, അങ്ങനെ പലതായിട്ട് തിരിക്കും പോലെ ഭാഷയുടെ അടിസ്ഥാനത്തിലും മതത്തിന്റെ അടിസ്ഥാനത്തിലും ജാതിയുടെ അടിസ്ഥാനത്തിലും ഒക്കെ നമ്മൾ നമ്മുടെ സമൂഹത്തെ വ്യത്യസ്തമായിട്ട് കാണും. ഇതാണ് മറ്റുള്ളവർ കാണുന്നത് നാം നമ്മുടെ സമൂഹത്തെ കാണുന്ന വ്യത്യാസം പൊതുവെ പറയാനുള്ളത്.
വിദേശി, നമുക്ക് ഈ മറ്റുള്ളവർ എന്നുള്ളതിന് ആരെ എടുക്കാം? വിദേശികളെ എടുക്കാം. ഈ വിദേശികൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ വിളിക്കുന്ന ഇന്ത്യൻ സമൂഹം, ഇന്ത്യൻസ് എന്ന ഒരൊറ്റ വാക്കിലാണ് പറയുന്നത്. കാരണം നമ്മൾ മൊത്തത്തിൽ നമ്മളെ എല്ലാവരെയും, എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരെയും കൂടെ ചേർത്തവർ ഇന്ത്യൻ സമൂഹം എന്നാണ് വിദേശികൾ നമ്മളെ കാണുന്നത്. അതിൽ ആരൊക്കെ ഉൾപ്പെടും? ഈ പറയുന്ന മലയാളി, തമിഴ്, ഉത്തരേന്ത്യൻ, ഹിന്ദു സമൂഹം എല്ലാവരും അതിൽപ്പെടും. അതേസമയം നാം നമ്മളെ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? അതില് ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മലയാളികൾ, അവർ തമിഴ്നാട്ടിലുള്ള ഒരു തമിഴ്, അങ്ങനെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വേർതിരിച്ച് കാണും. അതുപോലെ തന്നെ ഇന്ത്യയെ നമ്മൾ ഭാഗിച്ച് കാണും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഉത്തരേന്ത്യക്കാരും ദക്ഷിണേന്ത്യക്കാരും, ഹിന്ദി സംസാരിക്കുന്ന അവരെല്ലാം നമ്മൾ ഉത്തരേന്ത്യക്കാരെന്ന് വിളിക്കുക. അപ്പൊ ഇന്ത്യയെ തന്നെ നമ്മൾ രണ്ടായിട്ട് മാറ്റി, രണ്ട് സമൂഹമായിട്ട് നമ്മൾ നമ്മളെ നോക്കിക്കാണുന്നത് അങ്ങനെയാണ്. കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മതം വെച്ചിട്ട് നമ്മൾ മൊത്തത്തിൽ അതിലപ്പോ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും എല്ലാവരും കൂടെ പറയും. ഹിന്ദു എന്ന് പറയുമ്പോൾ ഉത്തരേന്ത്യയിലെ ഹിന്ദു, ദക്ഷിണേന്ത്യയിലെ ഹിന്ദു എല്ലാം കൂടെ ആ മതത്തിനകത്തോട്ട് വരും. അപ്പൊ ഈ ഹിന്ദു സമൂഹം നമ്മൾ പറയും. അതുപോലെ ജാതിപരമായിട്ട് നോക്കുമ്പോൾ കേരളത്തിനുള്ളിലുള്ള പല പല ജാതികളിൽ ഏത് ജാതിയിലാണ് നമ്മൾ പെടുന്നത് ആ ജാതി വെച്ചിട്ട് പറയും. അപ്പൊ നമ്മളെ കാണുന്നത് പല പല വിഭാഗങ്ങളായിട്ടാണ്. വിദേശികൾ, അതായത് മറ്റുള്ളവർ നമ്മളെ കാണുന്നത് ഇന്ത്യൻ സമൂഹം എന്ന ഒരൊറ്റ സമൂഹമായിട്ടാണ് കാണുന്നത്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ നാം നമ്മുടെ സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്നത് ഭാഷാപരമായോ വംശീയമോ ആയ ഒരു സമുദായത്തെയോ അല്ലെങ്കിൽ മതപരമോ ജാതീയമോ ഗോത്രീയമോ ആയ ഒരു സമൂഹത്തെയാണ്. അത് നമ്മളെ ഗോത്രപരമായിട്ട് തിരിച്ചോ അല്ലെങ്കിൽ ജാതീയമാക്കിയോ അല്ലെങ്കിൽ മതപരമാക്കിയോ അല്ലെങ്കിൽ നമ്മുടെ വംശത്തിന് വെച്ചുകൊണ്ടോ, ഇന്ത്യൻ വംശജ കേട്ടിട്ടില്ലേ? വിദേശത്ത് ഒരു ഇന്ത്യൻസ് മരിച്ചിട്ടോ ഇന്ത്യൻ വംശജ മരിച്ചുപോയി. അപ്പൊ വംശം വെച്ചിട്ടോ വംശീയമോ അല്ലെങ്കിൽ ഭാഷാപരമായോ ഒക്കെയാണ് നമ്മളെ വേർതിരിച്ച് കാണുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ എഴുതാം? മറ്റുള്ളവര് നമ്മുടെ സമൂഹത്തെ എങ്ങനെ കാണുന്നത്, നാം നമ്മുടെ സമൂഹത്തെ എങ്ങനെ കാണുന്നു. മറ്റുള്ളവർ നമ്മളെ ഇന്ത്യൻ സമൂഹം, അത് ഒരൊറ്റ സമൂഹമായിട്ടാണ് കാണുന്നത്. അതേസമയം നാം നമ്മുടെ സമൂഹത്തെ കാണുന്നത് എങ്ങനെയായിരിക്കാം? എങ്ങനെയാണ്? ഭാഷാപരമായോ അല്ലെങ്കിൽ വംശീയമായോ മതപരമായോ അല്ലെങ്കിൽ ജാതീയമോ അല്ലെങ്കിൽ ഗോത്രീയമോ ഒക്കെ ആക്കിയാണ് നമ്മൾ നമ്മുടെ സമൂഹത്തെ വേർതിരിച്ച് കാണുന്നത്. അപ്പൊ സമൂഹത്തിടയിലെ ബഹുസ്വരത മനസ്സിലായല്ലോ. ഇനി അസമത്വങ്ങൾ എന്തിനാണെന്ന് നോക്കാം. സമത്വമില്ലായ്മയാണല്ലോ അസമത്വങ്ങൾ. അപ്പൊ അസമത്വത്തിന് കാരണം, അസമത്വം സമൂഹങ്ങൾക്കിടയിൽ ബഹുത്വം സൃഷ്ടിക്കുന്ന പ്രധാന ഘടകമാണെന്ന് അമർത്യ സെൻ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ അസമത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ, സമത്വമില്ലായ്മ ഒരു സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ബഹുത്വം രൂപപ്പെടും. അതാണ് അമർത്യ സെൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം അമർത്യ സെൻ പറഞ്ഞ അസമത്വത്തെ കുറിച്ച് അമർത്യ സെൻ പറഞ്ഞ വാചകം ഏതെന്ന് ചോദിച്ചാൽ അത് ഈ പോയിന്റ് എഴുതേണ്ടി ഒരു ചോദ്യം വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ അമർത്യ സെൻ സമൂഹത്തിന്റെ എന്തിനെ കുറിച്ചാണ് വിവരിച്ചതെന്ന് വെച്ചാൽ അസമത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ ബഹുത്വത്തെ കുറിച്ചാണ് വിവരിച്ചത്. എന്താണ് ഈ ബഹുത്വം രൂപപ്പെടാം? അസമത്വം വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ബഹുത്വം രൂപപ്പെടാം. അതായത് ഭാഷ ഒരു അസമത്വം സൃഷ്ടിക്കും, അല്ലെ? തമിഴ് മലയാളി എന്ന് പറയുന്നത് ഇപ്പൊ ഹിന്ദിയും തമിഴും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാം. അപ്പൊ ഭാഷ ഒരു അസമത്വം സൃഷ്ടിക്കുകയാണ് അവിടെ, ഭാഷാപരമായ ഒരു അസമത്വം അവിടെ പറയും. ഇനി നിറം ഒരു അസമത്വം സൃഷ്ടിക്കും. അതായത് കറുത്തവർ വെളുത്തവർ എന്ന് പറയുന്നത് പോലെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വെളുത്ത വർഗ്ഗക്കാർ ഇരിക്കുന്ന വണ്ടിയിൽ കറുത്ത വർഗ്ഗക്കാർ കയറാൻ പാടില്ല, വെളുത്ത വർഗ്ഗക്കാരെ തൊടാൻ പാടില്ല, അവർക്ക് ജോലിയിലൊക്കെ തന്നെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അസമത്വങ്ങളുണ്ട് നിറത്തിന്റെ പേരിൽ. നിറം കറുത്തവരോടുള്ള കാണിക്കുന്ന അവഗണനകൾ. അപ്പൊ ഇതൊക്കെ നിറവും ഒരു അസമത്വം സൃഷ്ടിക്കുന്നു. ജാതി, ഉയർന്ന ജാതി താഴ്ന്ന ജാതിയോടുള്ളവർ കാണിക്കുന്ന അവഗണനകൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം ജാതി ഉള്ളത് കൊണ്ടുണ്ടായ ഒരു അസമത്വമാണ്. അപ്പൊ അവിടെ ഒരു ബഹുത്വം ഉണ്ടാവുകയാണ്. ബഹുത്വം എന്ന് വെച്ചാൽ പല പല ജാതികൾ ഉണ്ടാവുകയാണ് അവിടെ. മതം, ചില മതത്തിനോട് വിദ്വേഷം പ്രകടിപ്പിക്കുകയോ വിദ്വേഷം കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊരു അസമത്വം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. പല പല മതങ്ങൾ ഒരു ബഹുത്വമായിട്ട് അവിടെ മാറുകയാണ്. ഈ തൊഴിലും ഒരു അസമത്വം സൃഷ്ടിക്കപ്പെടാറുണ്ട്. അതായത് ഒരു ഡോക്ടറിനോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ല നമ്മൾ കൂലിപ്പണിക്കാരോട് കാണിക്കുന്നത്. അല്ലെങ്കിൽ റോഡിലെ ഓടകൾ വൃത്തിയാക്കുന്ന ഒരാളെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഓട വൃത്തിയാക്കുന്ന ഒരു വ്യക്തി വയസ്സിന് മൂത്ത ആളാണെങ്കിൽ പോലും അയാളുടെ തൊഴിൽ അറിഞ്ഞു കഴിയുമ്പോൾ അയാളോട് നമ്മളൊരു പുച്ഛഭാവം കാണിക്കാം. അങ്ങനെ കാണിക്കുന്ന മനുഷ്യരുണ്ട്. വളരെ പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ, ഡോക്ടറാണെങ്കിൽ അയാളോട് പ്രത്യേകമായിട്ട് റെസ്പെക്റ്റോട് കൂടി പെരുമാറുന്നതും ഉണ്ട്.
അപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ കണ്ട ഉടനെ പരിചയപ്പെടുമ്പോൾ അയാളുടെ തൊഴിൽ ചോദിക്കുകയും അയാൾ ആ തൊഴിൽ പറയുമ്പോൾ അയാളോട് പിന്നീട് നമ്മൾ എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് വേറെ ആയിരിക്കും. അയാൾ ഡോക്ടറാണെന്ന് പറയുമ്പോൾ പിന്നെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് വേറെ രീതിയിലായിരിക്കും. അയാൾ ഒരു കൂലിപ്പണിക്കാരനാണെന്ന് പറയുമ്പോൾ അയാളോട് എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് വേറെ ആയിരിക്കും. അപ്പൊ ചെയ്യുന്ന തൊഴിൽ കുറഞ്ഞതും കൂടിയതുമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട് അത് ഒരു അസമത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു. തൊഴിലും ഒരു ബഹുത്വമായിട്ട് മാറുന്നു. അപ്പൊ ഇതാണ് അസമത്വത്തെ കുറിച്ച് ചോദിച്ചാൽ എഴുതേണ്ട പോയിന്റ്. എന്തൊക്കെയാണ് അസമത്വത്തിന് കാരണമായ ഘടകങ്ങൾ? കുറെ എഴുതാം. അതിൽ കുറച്ച് ഘടകമാണ് ഭാഷ, നിറം, ജാതി, മതം, തൊഴിൽ. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നിന്ന് വരുന്ന ചോദ്യം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് എഴുതുന്നു. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ 34-ാമത്തെ പേജ് പോയാൽ 34-ാമത്തെ പേജിൽ ഒരു ചോദ്യം പറയുന്നുണ്ട്. ഒരു സമൂഹ ശാസ്ത്രജ്ഞന്റെ സാമൂഹ്യ പ്രതിബദ്ധത എപ്രകാരമുള്ളതാണ് വിശദമാക്കുക. അത് 3-ാമത്തെ ചോദ്യമാണ്. ഓരോ സെക്ഷനിൽ നിന്ന് ഓരോ ചോദ്യമായിട്ടാണ് പോകുന്നത്. അപ്പൊ ആ ചോദ്യം നമുക്ക് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ഉത്തരവായി ആ സെക്ഷൻ എന്താണെന്ന് മൊത്തത്തിൽ മനസ്സിലാക്കിയത്. അപ്പൊ ഇവിടെ സമൂഹ ശാസ്ത്രജ്ഞന്റെ സാമൂഹ്യ പ്രതിബദ്ധത എങ്ങനെയുള്ളതാണ്, എപ്രകാരമുള്ളതാണ് എന്നുള്ളതാണ് വിശദമാക്കേണ്ടത്. ആദ്യം നമുക്ക് എന്താണ് ഈ സമൂഹ ശാസ്ത്രം എന്നുള്ളത് നോക്കാം. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം, ഗണങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് സമൂഹ ശാസ്ത്രം. എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? സാമൂഹ്യ ജീവിതം, പിന്നെ ഗണങ്ങൾ, സമൂഹങ്ങൾ എന്നിവ. ഇതെല്ലാം ആരുടെയാണ്? മനുഷ്യന്റെ. ഈ മനുഷ്യന്റെ ഈ സാമൂഹ്യ ജീവിതം, ഗണങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെ കുറിച്ചുള്ള ഒരു പഠനമാണ് സമൂഹശാസ്ത്രം. അപ്പൊ ഈ സമൂഹ ശാസ്ത്രജ്ഞൻ എന്താണ് അദ്ദേഹം പഠന വിധേയമാക്കുന്നത്? ഈ 3 കാര്യങ്ങളാണ് അദ്ദേഹം പഠന വിധേയമാക്കുന്നത്. അപ്പൊ എന്താണ് സമൂഹ ശാസ്ത്രം എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഈ പോയിന്റ് നിങ്ങൾക്ക് എഴുതാം. അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്? മൂല്യങ്ങളും വഴക്കങ്ങളും ജനങ്ങൾ പിന്തുടരേണ്ട ലക്ഷ്യങ്ങൾ എന്ന നിലയിലല്ല, മറിച്ച് യഥാർത്ഥ സമൂഹത്തിൽ അവ പ്രവർത്തിക്കുന്ന രീതിക്കാണ് സമൂഹശാസ്ത്രം പ്രാധാന്യം നൽകുന്നത്. മൂല്യങ്ങളും വഴക്കങ്ങളും, അതായത് ജീവിത വഴക്കങ്ങൾ ഉണ്ടായിരിക്കും. അവർക്ക് ഓരോ സമൂഹത്തിലുള്ളവർക്ക് ഓരോ മൂല്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ജനങ്ങൾ അതെങ്ങനെയാണ് പിന്തുടരുന്നത്? അതൊരു ലക്ഷ്യമായിട്ടാണ് പിന്തുടരുന്നത്. അതായത് ജനനം തൊട്ട് മരണം വരെ അതൊരു ലക്ഷ്യമായിട്ട് ആ രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോകും. അതിൽ മാറ്റങ്ങളൊന്നും വരുത്തത്തില്ല. ആ മൂല്യങ്ങളിൽ മാറ്റം വരുത്തണോ, ആ വഴക്കങ്ങളിൽ മാറ്റം വരുത്തണോ എന്നൊന്നും അവർ ചിന്തിക്കില്ല. അവരങ്ങനെ ആ ജീവിതം ജീവിച്ചു പോകും. പക്ഷെ സമൂഹശാസ്ത്രം അങ്ങനെയല്ല. യഥാർത്ഥ സമൂഹത്തിൽ അവ പ്രവർത്തിക്കുന്ന രീതിക്കാണ് സമൂഹശാസ്ത്രം പ്രാധാന്യം നൽകണം. സമൂഹത്തിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് സമൂഹത്തിന് പ്രയോജനമുണ്ടോ, അസമത്വം ഉണ്ടാക്കുന്നതാണോ ആ പ്രവർത്തികൾ, ഈ മൂല്യവും ഈ വഴക്കവും അസമത്വമാണോ ഉണ്ടാക്കുന്നത് അതോ സമത്വമാണോ ഉണ്ടാക്കുന്നതെന്ന് വിശകലനം ചെയ്യുകയാണ് സമൂഹശാസ്ത്രം ചെയ്യുന്നത്. അല്ലാണ്ട് അതങ്ങനെ കണ്ണടച്ച് ഫോളോ ചെയ്യില്ല. അതായത് ഒരു ഉദാഹരണമായിട്ട്, പണ്ട് കാലങ്ങളിൽ പൊതുവഴിയിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാനുള്ള അവകാശമില്ല. അപ്പൊ അത് അന്നത്തെ കാലത്ത് ഒരു മൂല്യവും വഴക്കവുമായിരുന്നു, അല്ലെ? ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു വഴക്കമായിരുന്നു. പൊതു സ്ഥലങ്ങളിലൂടെ, റോഡുകളിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാൻ പാടില്ല. അപ്പൊ അത് ജനനം, താഴ്ന്ന ജാതിയിൽ ഒരാൾ ജനിച്ച് അയാൾ മരിക്കും വരെ അത് ഒരു ലക്ഷ്യമായി കണ്ട് അയാൾ അതിനെ ഫോളോ ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്. മൂല്യങ്ങളും വഴക്കങ്ങളും ജനങ്ങൾ പിന്തുടരേണ്ട ലക്ഷ്യങ്ങൾ, അത് അവരുടെ ലക്ഷ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ പ്രവർത്തിക്കാവൂ, അങ്ങനെ ജീവിക്കാവൂ, പൊതുവഴി കൂടെ നടക്കാൻ പാടില്ല, നമുക്കാർക്ക് നടക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതിയിൽ അതൊരു ലക്ഷ്യമായിട്ടായിരുന്നു അവര് ജീവിച്ചിരുന്നത്. എന്നാൽ സമൂഹശാസ്ത്രം അതിനെ നോക്കിക്കാണുന്നത് ആ സമൂഹത്തിൽ അവയെ പ്രവർത്തിക്കുന്ന രീതിക്കാണ്. ആ സമൂഹത്തിൽ ആ ഒരു വഴക്കം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അത് ഒരു അസമത്വം എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലെ? ഉയർന്ന ജാതിക്കാർക്ക് റോഡിൽ നടക്കാം, താഴ്ന്ന ജാതിക്കാർക്ക് റോഡിൽ നടക്കാൻ പാടില്ല. അപ്പൊ അതൊരു അസമത്വമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവർ അതിനെ പിന്തുടരില്ല. അതൊരു വഴക്കമാണ്, അതൊരു മൂല്യമാണെന്ന് കരുതി അതിനെ പിന്തുടരില്ല. ആര്? സമൂഹശാസ്ത്രം അതിനെ പിന്തുടരില്ല. ഇതാണ് 2-ാമത്തെ പോയിന്റ്. 3-ാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഒരു സമൂഹശാസ്ത്രജ്ഞൻ സമൂഹത്തെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ അയാൾക്ക് വ്യക്തിപരമായി ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും നിരീക്ഷിക്കുവാനും വിവരങ്ങൾ ശേഖരിക്കുവാനും തയ്യാറായിരിക്കണം. ഇപ്പൊ ഒരു വ്യക്തി റിസർച്ച് ചെയ്യണം, ഒരു സമൂഹശാസ്ത്രത്തിൽ റിസർച്ച് ചെയ്യുകയാണ്. അയാൾ ഒരു സമൂഹശാസ്ത്രജ്ഞനായി മാറി. അപ്പൊ അയാൾ സമൂഹത്തെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പഠനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ കുറെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവാം.
ആ പഠനത്തിൽ വിധേയമാകേണ്ട കാര്യങ്ങളിൽ കുറെ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതുണ്ടാകാം. പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടമില്ല എന്നതുകൊണ്ട് അതിനെ പഠന വിധേയമാക്കാതിരിക്കാൻ പാടില്ല. അതും പഠന വിധേയമാക്കണം. അദ്ദേഹം അത് ഒരു സമൂഹ ശാസ്ത്രജ്ഞനാകണമെങ്കിൽ എല്ലാ തലങ്ങളെയും വിശകലനം ചെയ്തിട്ട് വേണം ഒരു പ്രബന്ധം തയ്യാറാക്കാൻ, അല്ലെങ്കിൽ ആ വസ്തുതയെക്കുറിച്ച് സംസാരിക്കാൻ. അല്ലാണ്ട് തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ മറച്ചു വെച്ചിട്ട് ബാക്കി കാര്യങ്ങളെ കുറിച്ച് വിശകലനം ചെയ്തിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് അപൂർണമായിരിക്കും, പൂർണ്ണതയിൽ എത്തില്ല. ഇപ്പൊ അയാൾ ഒരു മതവിശ്വാസിയാണെങ്കിൽ സമൂഹത്തെ ബാധിക്കുന്ന അയാളുടെ മതത്തിൽപ്പെട്ട ഒരു ആചാരം ആ സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, ഒരു വിഷയമാണെങ്കിൽ അയാൾ ആ ആചാരത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അതിലെ പ്രശ്നങ്ങളെ വിളിച്ചു പറയാൻ അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് വ്യക്തിപരമായ ഇഷ്ടക്കേടാണെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പഠനം നടത്താതെ മാറി നിൽക്കാൻ വഴിയുണ്ട്. അപ്പൊ അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല. എന്ത് മതമായാലും എന്തായാലും ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ഒരു പഠനം നടത്തുമ്പോൾ അതിന്റെ എല്ലാ തലങ്ങളെയും അദ്ദേഹം വിശകലനം ചെയ്യണം. അതിലേതെങ്കിലും ഒരു തലം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഇഷ്ടമില്ല എന്നതുകൊണ്ട് മാറി നിൽക്കാൻ പാടില്ല എന്നാണ് ആ ഒരു പോയിന്റ് പറയുന്നത്. ഒരു സമൂഹ ശാസ്ത്രജ്ഞൻ സമൂഹത്തെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ അയാൾക്ക് വ്യക്തിപരമായി ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും നിരീക്ഷിക്കുവാനും വിവരങ്ങൾ ശേഖരിക്കുവാനും തയ്യാറായിരിക്കണം. അടുത്ത പോയിന്റിലേക്ക് പോകാം. തൻ്റെ പഠന ലക്ഷ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും കണ്ടെത്തലുകൾ പ്രയോഗത്തിൽ വരുത്താനുമുള്ള ഉത്തരവാദിത്വം മറ്റേതൊരു പൗരനെയും പോലെ ഒരു സമൂഹ ശാസ്ത്രജ്ഞന് ഉണ്ട്. അതായത് ഒരു സമൂഹ ശാസ്ത്രജ്ഞന്റെ പഠന ലക്ഷ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും കണ്ടെത്തലുകൾ പ്രയോഗത്തിൽ വരുത്താനുമുള്ള ഉത്തരവാദിത്വം. പ്രയോഗത്തിൽ വരുത്തുക എന്ന് വെച്ചാൽ ആ സമൂഹത്തിലേക്ക് കണ്ടെത്തിയ കണ്ടെത്തലുകൾ കൊണ്ടുവരിക, അതിനുള്ള ഉത്തരവാദിത്വം മറ്റേതൊരു പൗരനെയും, ആ സമൂഹത്തിലുള്ള മറ്റേതൊരു പൗരനെയും പോലെ എന്താണ് ഈ ഒരു സമൂഹ ശാസ്ത്രജ്ഞനും ഉണ്ട്. ഇതാണ് ഈ പോയിന്റിൽ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? സമൂഹ ശാസ്ത്രജ്ഞന്റെ ഈ ഉത്തരവാദിത്വം സമൂഹശാസ്ത്രപരമായ ഉത്തരവാദിത്വമല്ല. അതായത് അയാൾ ചെയ്യുന്ന ആ ഒരു ഉത്തരവാദിത്വം സമൂഹശാസ്ത്രപരമായ ഉത്തരവാദിത്വമല്ല എന്നാണ് പറയുന്നത്. ആ പോയിന്റ് എടുത്തെഴുതേണ്ടതാണ്. അത് ഒരു ജീവശാസ്ത്രജ്ഞൻ തൻ്റെ അറിവുകളെ സൃഷ്ടിപരമോ നാശോന്മുഖമോ ആയി ഉപയോഗിക്കുന്നതിന് സമാനമാണ്. അതായത് ഒരു ജീവശാസ്ത്രജ്ഞൻ തൻ്റെ അറിവുകളെ അയാൾക്ക് വേണമെങ്കിൽ സൃഷ്ടിപരമായിട്ട് ഉപയോഗിക്കാം. അതായത് പോസിറ്റീവ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നാശോന്മുഖമോ ഒരുപാട് ദോഷം വരുന്ന രീതിയിൽ ഉപയോഗിക്കാം. അപ്പൊ ഒരു അറിവ് എന്നുള്ളത്, ആ കിട്ടിയ അറിവുകൾ ഏത് രീതിയിൽ വേണമെങ്കിലും സമൂഹത്തിനെ അഫക്റ്റ് ചെയ്യാം. ഒന്നുകിൽ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാം. അതിന് തുല്യമായിരിക്കും ഈ അന്വേഷിക്കുന്ന ഈ സമൂഹശാസ്ത്ര പഠന ലക്ഷ്യങ്ങളെ അന്വേഷിക്കാനും കണ്ടെത്തലുകൾ പ്രയോഗത്തിൽ വരുത്തുവാനുമുള്ള ഉത്തരവാദിത്വം. അതായത് സമൂഹത്തിൽ അത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് മേ ബി പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകാം. പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം ആർക്കില്ല? സമൂഹശാസ്ത്രപരമായ ഉത്തരവാദിത്വം അല്ല. അതായത് ആ ശാസ്ത്രജ്ഞൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം സമൂഹശാസ്ത്രപരമായ ഉത്തരവാദിത്വമല്ല എന്നാണ് പറയണം. അതിനകത്ത് ഇവിടെ പറയുന്ന ഒരു ഉദാഹരണം ജീവശാസ്ത്രജ്ഞൻ ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ ഒരു ജീവശാസ്ത്രജ്ഞൻ ഒരു വൈറസിനെ കണ്ടുപിടിച്ചു. ഇപ്പൊ ആ ഒരു വൈറസിനെ കണ്ടുപിടിച്ചു. ആ വൈറസ് വെച്ചിട്ട് വേണമെങ്കിൽ രോഗങ്ങൾക്കുള്ള മരുന്ന് കണ്ടുപിടിക്കുക. വൈറസിൽ നിന്നും ബാക്ടീരിയയിൽ നിന്നൊക്കെ നമ്മൾ മരുന്നുകൾ കണ്ടുപിടിക്കാറുണ്ട്. അപ്പൊ അതൊരു പോസിറ്റീവ് കാര്യമാണ്. അത് അസുഖം മാറാനുള്ള മരുന്നാണ് അതിൽ നിന്ന് കണ്ടുപിടിക്കണം. അതേസമയം ആ വൈറസിനെ വേണമെങ്കിൽ സമൂഹത്തിന് ദോഷമുള്ള രീതിയിൽ മാറ്റാനും പറ്റും. കൊറോണ വൈറസ് പോലെ സമൂഹത്തിന് ദോഷം വരുന്ന രീതിയിൽ വൈറസ് ആക്കി മാറ്റാം. അപ്പൊ ജീവശാസ്ത്രജ്ഞൻ തന്റെ അറിവുകളെ സൃഷ്ടിപരമോ അല്ലെങ്കിൽ നാശോന്മുഖമോ ആയി ഉപയോഗിക്കുന്നത് പോലെ, അതായത് സൃഷ്ടിപരമോ എന്ന് പറയുന്നതിന്റെ മീനിങ് ഇപ്പൊ ഒരു വൈറസിൽ നിന്ന് നമ്മൾ മരുന്ന് കണ്ടുപിടിക്കുക, അസുഖത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കുന്നത് പോലെയും, നാശോന്മുഖം എന്ന് പറയുന്നത് കൊറോണ പോലെ നാടിന് പ്രശ്നം വരുന്ന രീതിയിലുള്ള വൈറസുകളെ കണ്ടുപിടിക്കുന്നത് പോലെ, ഇത് രണ്ടും പോലെയാണ് എന്നാണ് പറയുന്നത്. അവസാനത്തെ പോയിന്റ് എന്താണ് ഇവിടെ പറയുന്നത്? ഒരു സമൂഹ ശാസ്ത്രജ്ഞൻ തന്റെ പ്രസ്താവനകൾ രൂപപ്പെടുത്തുന്നത് നിയതമായ തെളിവുകളെ നിരീക്ഷിച്ചു കൊണ്ടാണ്. അത് മറ്റുള്ളവർക്ക് പരിശോധിക്കാൻ കഴിയുന്നവയും ആകണം.
അതായത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ വേണം പ്രസ്താവനകൾ രൂപപ്പെടുത്താൻ. അതായത് മറ്റുള്ളവർ വന്നിട്ട് ഭാവനയുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവനകൾ വരാറുണ്ട്. ഭാവന സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ കാര്യങ്ങൾ പ്രസ്താവിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രസ്താവന പ്രസ്താവിക്കാൻ പാടില്ല. ആര്? സമൂഹ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ വേണം പ്രസ്താവനകൾ കൊണ്ടുവരാൻ. അപ്പൊ അതിന് തെളിവുകളും വേണം. ശാസ്ത്രജ്ഞർ ഏതെങ്കിലും ഒരു കണ്ടെത്തൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രബന്ധം, അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നിയമത്തിന് തെളിവുകൾ ആവശ്യമാണ്, പ്രൂഫ് ആവശ്യമാണ്. ശരിയായ പ്രൂഫുകൾ ഇല്ലെങ്കിൽ ആ ശാസ്ത്രജ്ഞന്റെ കണ്ടെത്തല് നിരാകരിക്കപ്പെടും. അതുപോലെ ഇവിടെയും സമൂഹ ശാസ്ത്രജ്ഞൻ തന്റെ പ്രസ്താവനകൾ രൂപപ്പെടുത്തുന്നത് നിയതമായ തെളിവുകളെ നിരീക്ഷിച്ചു കൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് പരിശോധിക്കാൻ കഴിയുന്നവയും ആകണം. തന്റെ കണ്ടെത്തലുകൾ മറ്റുള്ളവർക്ക് പരിശോധിച്ചു ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പുവരുത്താനും കഴിയണം. അപ്പൊ ഇത്രയും പോയിന്റാണ് സമൂഹ ശാസ്ത്രജ്ഞന്റെ സാമൂഹ്യ പ്രതിബദ്ധത എപ്രകാരമുള്ളതാണ് എന്ന് വിശദമാക്കേണ്ടത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം എന്താണ് പറയുന്നത്? ദാരിദ്ര്യത്തിന്റെ കാരണങ്ങളെ കുറിച്ച് നിങ്ങളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമാന്യ ബോധം എന്താണ്? സമൂഹ ശാസ്ത്രപരമായ വിശദീകരണം എഴുതുക. അതായത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ദാരിദ്ര്യത്തിനെ കുറിച്ചുള്ള സാമാന്യ ബോധവും അതുപോലെ സമൂഹശാസ്ത്രം അതിനെന്ത് വിശദീകരണം തരുന്നു, അത് രണ്ടുമാണ് ഇവിടെ വിവരിക്കാൻ പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ സാമാന്യ ബോധം എന്താണെന്നുള്ളത് നോക്കാം. സാമാന്യ ബോധം എന്ന് പറയുന്നത് സ്വാഭാവികമോ വ്യക്തിപരമോ ആയ വിശദീകരണങ്ങളാണ് സാമാന്യബോധ വിശദീകരണങ്ങളുടെ അടിസ്ഥാനം. ഒരു സ്വാഭാവികമായ വിശദീകരണം, വ്യക്തിപരമായ വിശദീകരണമാണ് എന്ത്? സാമാന്യബോധ വിശദീകരണങ്ങളുടെ ഒരു അടിസ്ഥാനം. അപ്പൊ ഈ സാമാന്യ ബോധം എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് കുറച്ച് പേര് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. ഒരു സ്ഥാപനത്തിലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. ഇവിടെ ജോലിക്ക് ആളെ എടുക്കുന്നു. അങ്ങനെ അവർ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിൽ നിന്നും 200 പേര് പോയി, അതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്തോളൂ. 5 പേര് സെലക്ട് ആയതുള്ളൂ. ബാക്കി 195 പേരും റിജക്റ്റ് ആയി. അപ്പൊ ഇത് ഒരു വ്യക്തി, ഒരു സാധാരണ വ്യക്തി സാമാന്യ ബോധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെ ചിന്തിക്കും? അവിടെ 5 വാക്കൻസിയേ ഉള്ളൂ, അതുകൊണ്ട് 5 പേരെ എടുക്കുള്ളൂ. അതിലിപ്പം വേറെ പുതിയതായിട്ട് എന്താണ് ചിന്തിക്കാനുള്ളത്? അതുകൊണ്ടാണ് അവർ 5 പേര്, ആ സ്ഥാപനത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന തൊഴിലാളികളെ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 5 പേരുടെ വാക്കൻസി ഉള്ളൂ, അതുകൊണ്ട് 5 തൊഴിലാളികളെ എടുക്കുന്നുള്ളൂ എന്ന് സാമാന്യ ബോധമുള്ളവർ ചിന്തിക്കും. അതേസമയം അത് നമ്മുടെ സമൂഹ ശാസ്ത്രപരമായിട്ടുള്ള ചിന്തയാണെങ്കിൽ ഒരു 5 പേർക്ക് കൊടുക്കാനുള്ള തൊഴില് അതായത് നമ്മുടെ സമൂഹത്തിനുള്ളൂ. കാരണം ബാക്കി 195 പേരും തൊഴിലില്ലാതെ ആകാനുള്ള കാരണം, അതിനെ കുറിച്ചായിരിക്കും നമ്മുടെ സമൂഹ ശാസ്ത്രപരമായ ചിന്താഗതിയിൽ നോക്കിക്കാണുക. കാരണം എല്ലാവർക്കും തൊഴിലെടുക്കാനുള്ള അവസരം നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ള സത്യമാണ് മനസ്സിലാക്കേണ്ടത്. 5 പേരെ അവിടെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, 5 പേർക്കുള്ള വേക്കൻസി ഉള്ളൂ എന്ന് നമ്മൾ സാമാന്യ ബോധത്തിൽ ചിന്തിക്കുന്നത് പോലെ തന്നെ ബാക്കി 195 പേരും തൊഴിലില്ലാതെ ഇരിക്കേണ്ട അവസ്ഥയാണ് സമൂഹത്തിലുള്ളത്. അവർക്കും കൂടെ തൊഴിൽ കിട്ടുന്ന രീതിയിൽ അവിടെ സ്ഥാപനങ്ങൾ വേറെയും ഉണ്ടെങ്കിൽ അവർക്കും അവിടെ തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് സാമാന്യ ബോധവും സമൂഹ ശാസ്ത്രപരമായ ചിന്താഗതിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി അപ്പം അതാണ് സാമാന്യ ബോധം മനസ്സിലായി. ഇനി നമുക്ക് എന്ത് നോക്കാം? ദാരിദ്ര്യത്തിന്റെ കാരണങ്ങളെ കുറിച്ചും സാമാന്യ ബോധത്തിൽ ചിന്തിക്കുന്നവർ എങ്ങനെയാണ് ദാരിദ്ര്യത്തിന്റെ കാരണങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ സാമാന്യ ബോധത്തിലുള്ളവർ വിശദീകരിക്കുന്നത് എങ്ങനെയായിരിക്കും? ജോലി ചെയ്യുന്നതിലുള്ള ഭയം, ജോലി ചെയ്യാൻ പേടി, ആ ജോലി ചെയ്യാനുള്ള പേടി കാരണം ജോലിക്ക് പോകാതിരിക്കുന്നു. അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു? ദാരിദ്ര്യം ഉണ്ടാകുന്നു. ജോലിക്ക് പോകാനുള്ള പേടി, ജോലിക്ക് പോകാനുള്ള മടി, ഇതൊക്കെയാണ് ദാരിദ്ര്യത്തിനുള്ള കാരണമായിട്ട് സാമാന്യ ബോധമുള്ളവര് ചിന്തിക്കും. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദരിദ്ര പ്രശ്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അതായത് ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് അവർ ദരിദ്രരായിരിക്കുന്നു എന്നുള്ള ചിന്തയാണ്. അല്ലെങ്കിൽ ദാരിദ്ര്യ പ്രശ്നങ്ങളുള്ള പല പ്രശ്നങ്ങൾ, കടം ഉള്ള പല പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ് ദാരിദ്ര്യർ. ഇനി മൂന്നാമത്തത്, വരവിനനുസരിച്ച് ചിലവ് നിയന്ത്രിക്കാൻ അവർക്ക് കഴിവില്ല. അതായത് അവർക്ക് ഡെയിലി വേജസ് ആയിട്ട് കിട്ടുന്ന തുകയ്ക്ക് മുകളിലാണ് അവർ ചെലവ് ചെയ്യുന്നത്. അപ്പൊ അത്രയും മുകളിൽ ചെലവ് ചെയ്യുമ്പോൾ ആ തുകയ്ക്ക് വേണ്ടി അവർക്ക് കടം വാങ്ങേണ്ടി വരുന്നു.
ഈ കടം അവരെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നാണ് സാമാന്യബോധമുള്ളവരുടെ വിശദീകരണം. ഇനി ദരിദ്ര ബുദ്ധി കുറവുള്ളവരും മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്തവരുമാണ്. അതായത് ചിന്തിക്കാനുള്ള കഴിവില്ല. കിട്ടുന്ന കാശിനെ ഇൻവെസ്റ്റ് ചെയ്യാനോ ബാങ്കിലോ മറ്റുള്ളിടത്ത് ഇൻവെസ്റ്റ് ചെയ്യാനോ എവിടെയെങ്കിലും കൂട്ടു വയ്ക്കുവാനോ സ്വരൂപിക്കുവാനോ ഉള്ള ബുദ്ധിശക്തിയോ ഒന്നുമില്ല. കിട്ടുന്നതെല്ലാം ചെലവാക്കി വീണ്ടും വീണ്ടും ദാരിദ്ര്യം തന്നെ അവർ അനുഭവിക്കുന്നു എന്നാണ് എന്ത് വിശദീകരണത്തിൽ എഴുതേണ്ടത്? ദാരിദ്ര്യത്തിന് കാരണങ്ങൾ സാമാന്യ ബോധമുള്ളവരുടെ വിശദീകരണത്തിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഈ 4 പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ച് എഴുതണം. അവിടെ അടുത്ത പറയുന്നത് സാമാന്യ ബോധമുള്ളവർ എന്താണ്, പിന്നെന്താണ് പറയുന്നത്? സമൂഹ ശാസ്ത്രപരമായ വിശദീകരണം. ഇപ്പൊ ഈ ദാരിദ്ര്യത്തിന് സമൂഹ ശാസ്ത്രപരമായ വിശദീകരണം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? വർഗ സമൂഹത്തിലെ അസമത്വങ്ങളാണ് സമകാലിക സമൂഹത്തിലെ ദാരിദ്ര്യത്തിനുള്ള കാരണം. സ്ഥിരമായ തൊഴിലില്ലാത്തവരും കുറഞ്ഞ വേതനമുള്ളവരുമാണ് ഇത് അനുഭവിക്കുന്നത്. അത് വർഗ സമൂഹത്തിലെ അസമത്വങ്ങളാണ്. വർഗസമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു കാലയളവിലൂടെ കടന്നു വരിക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാലഘട്ടങ്ങളിലെ വസ്തുവകകളെല്ലാം ഉയർന്ന ജാതിക്കാരായിരുന്നു വച്ചിരുന്നത്. അവർക്കായിരുന്നു ഒരുപാട് വകയും സ്വത്തും എല്ലാം ഉണ്ടായിരുന്നത്. മറ്റു താഴ്ന്ന ജാതിക്കാർക്ക് സ്വത്തുക്കളോ ഒന്നുമില്ല. സ്വത്ത് സമ്പാദിക്കാനുള്ള ഒരു തുക കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് വസ്തുക്കൾ കൊടുക്കാൻ വിസമ്മതിക്കുമായിരുന്നു. അവര് ഉയർന്ന ജാതിയിൽപ്പെട്ടവർ ഇവർക്ക് വസ്തുക്കൾ കൊടുക്കില്ല. അവർ ചോദിച്ചാലും കൊടുക്കില്ല. അവർ വിറ്റാലാണ് ഇവർക്ക് ഒന്ന് വസ്തു വാങ്ങാൻ സാധിക്കുക. അപ്പൊ ഇവരെന്നും എന്താണ് സ്വന്തമായിട്ട് വസ്തുക്കൾ ഇല്ലാതെ ജീവിച്ചു വന്നവരാണ്. അപ്പൊ ഈ ഒരു അസമത്വം ഈ വർഗ സമൂഹങ്ങൾ ചെയ്ത ഈ അസമത്വവും പിൽക്കാലങ്ങളിൽ ദാരിദ്ര്യമായിട്ട് അവരുടെ കയ്യിൽ സ്വത്തുക്കളോ ഒന്നും തന്നെ ഇല്ലാതെ വരുന്നത് അവസ്ഥയുണ്ടായിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസം എടുത്താലും ഉയർന്ന ജാതിക്കാർക്ക് സ്കൂളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ, താഴ്ന്നവർക്ക് പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഇത് കാരണം വിദ്യാഭ്യാസം കിട്ടാത്തത് കാരണം ഇവർക്ക് തൊഴിലില്ലാതെ പോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് അവർക്ക് പഠിക്കാൻ വിടുന്നതിനെക്കാട്ടി കുഞ്ഞുങ്ങളെയും കൂടെ ജോലിക്ക് കൊണ്ടുപോയാലേ അവർക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള സാഹചര്യം കാരണവും കുട്ടികളെ സ്കൂളുകളിൽ വിടാതിരുന്നിട്ടുണ്ട്. പഴയ കാലഘട്ടങ്ങളിൽ വിടാതിരുന്നിട്ടുണ്ട്. അപ്പൊ അതും വിദ്യാഭ്യാസം കിട്ടാതെ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്യാഭ്യാസം കിട്ടാതെ പോയതും അവരുടെ ചെറിയ താഴ്ന്ന ജോലികൾ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയി. കാരണം വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് നല്ലൊരു ജോലിയിൽ കയറാൻ പറ്റാണ്ട് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ലാത്ത ജോലികൾ, അതിന്റെ ആവശ്യകത ഇല്ലാത്ത താഴ്ന്ന ജോലികൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറഞ്ഞത്. വർഗ സമൂഹത്തിലെ അസമത്വങ്ങളാണ് സമകാലിക സമൂഹത്തിലെ ദാരിദ്ര്യത്തിന്, അതായത് സമകാലികം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ സമൂഹത്തിലെ ദാരിദ്ര്യത്തിനുള്ള കാരണം. പിന്നെ സ്ഥിരമായ തൊഴിലില്ലാത്തവരും, അതായത് ഒരു അന്നുള്ള കൂലിക്ക് വേണ്ടി പോകുന്നവര്, അവർക്കൊരു സ്ഥിര വരുമാനമില്ല, ജോലി കിട്ടിയുണ്ട് ഇല്ലെങ്കിൽ പട്ടിണി, ആ ഒരു അവസ്ഥയിലുള്ളവരും കുറഞ്ഞ വേതനമുള്ളവരാണ് ഇത് അനുഭവിക്കുന്നത്. ചെയ്യുന്ന തൊഴിലിന് ശരിയായ രീതിയിലുള്ള വേതനം കിട്ടാണ്ട് അതിന് കുറഞ്ഞ വേതനം കിട്ടുന്നത് മൂലവും അവർ ദാരിദ്ര്യം അനുഭവിക്കുന്നു. അപ്പൊ ഇവര് രണ്ടുപേരുടെയും ചിന്താഗതിയിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇത് വന്നിട്ട് എന്താണ്? സാമാന്യ ബോധമുള്ളവരുടെ വിശദീകരണവും ഇത് വന്നിട്ട് സമൂഹശാസ്ത്രപരമായ വിശദീകരണവുമാണ് ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ. ഈ ചോദ്യം വന്നിട്ടുള്ള ചോദ്യമാണ്. ഇത് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അടുത്ത സെക്ഷനിലെ വ്യാവസായിക വിപ്ലവത്തെ കുറിച്ചാണ് വിവരിക്കേണ്ടത്. ഈ വ്യാവസായിക വിപ്ലവ സമയത്താണ് ആദ്യമായിട്ട് ഈ സമൂഹശാസ്ത്രത്തിനെ കുറിച്ചുള്ള ചിന്താഗതി വരുന്നത്. അതുകൊണ്ട് ആദ്യമേ ആ ചിന്താഗതി കൊണ്ടുവന്ന ആ ശാസ്ത്രജ്ഞനെയാണ് നമ്മൾ ആ സമൂഹശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കാണുന്നത്. അങ്ങനെ കൊണ്ടുവന്ന ആളാണ് അഗസ്ത് കോംത്. അഗസ്ത് കോംതാണ് സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്? ആരാണ്? അഗസ്ത് കോംത്. പിന്നെ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് മാനവരാശിയുടെ ക്ഷേമത്തിന് സമൂഹശാസ്ത്രം വലിയ സംഭാവന നൽകുമെന്ന് വിശ്വസിച്ചു. അതായത് മാനവരാശിയുടെ ക്ഷേമത്തിന് ഈ സമൂഹശാസ്ത്രം എന്ന ആ ശാസ്ത്രശാഖ വലിയ മാറ്റങ്ങൾ, വലിയ സംഭാവനകൾ നൽകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പം അതിൽ നിന്നും ഒരു ചോദ്യം വരാം. മാനവരാശിയുടെ ക്ഷേമത്തിന് സമൂഹശാസ്ത്രം വലിയ സംഭാവന നൽകുമെന്ന് വിശ്വസിച്ചിരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? അഗസ്ത് കോംത്.
ഇനി അതുപോലെ തന്നെ 34-ാമത്തെ പേജിൽ 5-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വ്യാവസായിക വിപ്ലവവും സമൂഹ ശാസ്ത്രത്തിന്റെ ഉദ്ഭവവും തമ്മിലുള്ള ബന്ധം വിവരിക്കാം. അതായത് വ്യാവസായിക വിപ്ലവവും സമൂഹ ശാസ്ത്രത്തിന്റെ ഉദ്ഭവവും തമ്മിലുള്ള ബന്ധം. ഈ വ്യാവസായിക വിപ്ലവ സമയത്താണ് സമൂഹശാസ്ത്രം ഉദ്ഭവിക്കുന്നത്. ആരാണ് അതിന്റെ ആദ്യമായിട്ട് അതിനെ കുറിച്ച് വിവരിച്ചത്? അഗസ്ത് കോംതാണ്. അതുകൊണ്ട് അദ്ദേഹമാണ് സമൂഹശാസ്ത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ആ പോയിന്റ് ഇവിടെ വ്യാവസായിക വിപ്ലവത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പൊ ഈ വ്യവസായവൽക്കരണം, വ്യവസായശാലകൾ ധാരാളം ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായത് ഇംഗ്ലണ്ടിലാണ് വ്യവസായശാലകൾ ഉണ്ടായത്. അപ്പൊ വ്യവസായവൽക്കരണം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണെന്ന് നമുക്ക് എഴുതാം. അതിനു മുമ്പ് ഇംഗ്ലണ്ടില് മറ്റുള്ള രാജ്യങ്ങളെ പോലെ ഗ്രാമീണ സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ രാജ്യങ്ങളും ഉള്ള പോലെ ഗ്രാമീണ സമൂഹങ്ങളായിരുന്നു. അവർ കൃഷിപ്പണിയും തുണി നെയ്ത്തും ഒക്കെ ആയിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഈ വ്യവസായശാലകൾ വന്നപ്പോൾ ഉണ്ടായ സുപ്രധാന മാറ്റം എന്ന് പറയുന്നത് മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ആവിർഭാവമാണ്. മുതലാളി തൊഴിലാളി എന്നുള്ള ഒരു മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ആവിർഭാവമാണ് രൂപം കൊണ്ടത് എപ്പോൾ വ്യവസായവൽക്കരണം ഉത്ഭവിച്ചപ്പോൾ. പുതിയ സാമൂഹിക സാമ്പത്തിക ക്രമത്തിന് രൂപം നൽകി. അങ്ങനെ ഈ വ്യവസായവൽക്കരണം എന്തിനു രൂപം നൽകി? പുതിയ സാമൂഹിക സാമ്പത്തിക ക്രമത്തിന് രൂപം നൽകി. അതിനു മുന്നേ വരെ കാർഷിക സാമ്പത്തിക സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറി വ്യവസായവൽക്കരണം വന്നപ്പോൾ പുതിയൊരു സാമൂഹിക സാമ്പത്തിക രംഗമാണ് അവിടെ രൂപം കൊണ്ടത്. തൊഴിൽ രംഗത്തുണ്ടായ അപജയമാണ് ഏറ്റവും പുതിയ മാറ്റം. ഈ വ്യവസായവൽക്കരണം മൂലമുണ്ടായ ഏറ്റവും പുതിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്? തൊഴിൽ രംഗത്തുണ്ടായ അപജയമാണ് ഏറ്റവും പുതിയ മാറ്റം. തൊഴിൽ രംഗം തന്നെ മാറി മറിഞ്ഞു ആ സമയത്ത്. മുതലാളിത്ത സമൂഹത്തിലെ ഘടകങ്ങൾ, അതായത് ഈ മുതലാളിത്ത സമൂഹം രൂപം കൊണ്ടു അപ്പോഴുണ്ടായ ഘടകങ്ങൾ, അതായത് എന്തൊക്കെയാണ്? സംരംഭകർ ഉണ്ടായി, പിന്നെ മാർക്കറ്റുകൾ രൂപം കൊണ്ടു. അതായത് ഇവര് നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ, ഫാക്ടറികളിലെല്ലാം ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാൻ വേണ്ടി മാർക്കറ്റുകൾ രൂപം കൊണ്ടു. ലാഭം എന്നുള്ളത് അതിന്റെ ഒരു ഘടകമാണ്. പിന്നെന്താണ്? മൂലധനം എന്നുള്ളത് ഒരു ഘടകമാണ്. അപ്പൊ മുതലാളിത്ത സമൂഹത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സംരംഭകർ, മാർക്കറ്റ്, ലാഭം, മൂലധനം, നഷ്ടം, അങ്ങനെ കുറെ ഉണ്ട്. ഇനി നഗര സമുദായങ്ങളുടെ വളർച്ചയും വ്യാപനവും അപ്പോൾ ധാരാളമായി ഉണ്ടായി. അതായത് വ്യവസായവൽക്കരണം വന്നതോടുകൂടി നഗരങ്ങളുടെ വളർച്ച കൂടാൻ തുടങ്ങി. ഒരുപാട് പ്രദേശങ്ങൾ നഗരങ്ങളായി മാറാൻ തുടങ്ങി. അപ്പൊ നഗര സമുദായങ്ങളുടെ വളർച്ചയും വ്യാപനവും കൂടി വന്നു. അതുമൂലം അമിത ജനസംഖ്യാ കേന്ദ്രീകരണം ഉണ്ടായി. ജനസംഖ്യകൾ കൂടാൻ തുടങ്ങി. പിന്നെ ചേരികൾ രൂപം കൊള്ളാൻ തുടങ്ങി. കാരണം ഈ ഫാക്ടറികളിൽ തൊഴിലെടുക്കാനായിട്ട് ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവർക്ക്, ആ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവർ പാവപ്പെട്ടവരാണ്ട് അവരൊക്കെ ചേരികളിലാണ് താമസിക്കുന്നത്. അപ്പൊ ചേരികളുടെ എണ്ണം കൂടി വന്നു. ചേരികളുടെ രൂപത്തിനും കാരണമായി. ഇനി വ്യവസായ വിപ്ലവത്തിലെ അടുത്തൊരു പോയിന്റാണ് യാന്ത്രികമായ തൊഴിൽ വിഭജനമാണ് വ്യവസായവൽക്കരണത്തിന്റെ മറ്റൊരു ഫലം. മറ്റൊരു ഫലം എന്ന് പറയുന്നത് എന്താണ്? യാന്ത്രികമായ തൊഴിൽ വിഭജനമാണ്. അടുത്തത്, പട്ടാള ക്യാമ്പുകൾക്കും കാരാഗൃഹങ്ങൾക്കും സമാനമായി ഒന്നായി ഫാക്ടറി മാറി. ഈ ഫാക്ടറികളൊക്കെ എന്തായി മാറി? പട്ടാള ക്യാമ്പുകൾക്കും കാരാഗൃഹങ്ങൾക്കും സമാനമായ ഒന്നായിട്ട് ഈ ക്യാമ്പുകൾ മാറി. അതുകൊണ്ട് തന്നെ മാക്സ് ഫാക്ടറിയെ ഒരു പീഡനോപാധിയായിട്ടാണ് കണ്ടത്. മാക്സ് എന്ന് പറഞ്ഞാൽ കാറൽ മാക്സ്, തത്വചിന്തകനായ കാറൽ മാക്സ് ഈ ഫാക്ടറികളെ ഒക്കെ ഒരു പീഡനോപാധി ആയിട്ടാണ് കണ്ടത്. കാരണം അവിടെ നടക്കുന്നത് എങ്ങനെയാണ്? ഒരു പട്ടാള ക്യാമ്പിനെ പോലെ, ഒരു കാരാഗൃഹത്തിനെ പോലെയാണ്. കാരണം തൊഴിലാളികളോട് യാതൊരുവിധ കരുണയും ഇല്ല, അവർക്ക് സമയക്രമമില്ലായിരുന്നു. അതുപോലെ തന്നെ തൊഴിലെടുക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് അവരെ പറഞ്ഞു വിടുകയും പുതിയ ആളുകളെ എടുക്കുകയും ചെയ്യും. ആർക്കെങ്കിലും തൊഴിലെടുത്ത് വെച്ച് അപകടം പറ്റിയാൽ അവർക്കൊന്നും തന്നെ അതിൻ്റെതായ നഷ്ടപരിഹാരമോ ഒന്നും കൊടുക്കത്തില്ല. അവർ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ അവർക്ക് ഒരു മാനുഷിക പരിഗണന ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു തൊഴിലിടങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ഈ ഫാക്ടറികളിലെ തൊഴിലിടങ്ങൾ. അതുകൊണ്ടാണ് കാറൽ മാക്സ് എന്ന് പറഞ്ഞത് ഈ ഫാക്ടറി ഒരു പീഡനോപാധിയായിട്ട് അദ്ദേഹം കണ്ടത്. അതിന്റെ ഫലമായി കാറൽ മാക്സിന്റെ തത്വചിന്തകൾ എന്ത് ചെയ്തു? ആ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. എല്ലാവരും സംഘടിക്കുകയും ശക്തരാവുകയും ഫാക്ടറി നിയമങ്ങൾ കൊണ്ടുവരുവാനായി സമരം ചെയ്യുകയും ചെയ്തു. അതായത് എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് തൊഴിൽ, നിശ്ചിത സമയങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിച്ചു. അത് എത്ര മണി വരെ ജോലി ചെയ്യണം, ശമ്പള വർധനവിന് വേണ്ടി, പിന്നെ അതുപോലെ ബോണസ് മുതലായ കാര്യങ്ങൾ. ഇപ്പൊ തൊഴിലാളികളുടെ അവകാശങ്ങളെല്ലാം ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് കാറൽ മാക്സിന്റെ കാലഘട്ടത്തിലാണ്.
പിന്നെ പിന്നെ എന്തുണ്ടായി? ക്ലോക്ക് കേന്ദ്രീകൃതമായ ജീവിതം നിലവിൽ വന്നു. അതായത് എല്ലാം സമയത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം വന്നു. ഈ ഫാക്ടറി ജീവിതം, തൊഴിൽ വ്യവസായശാലകളുടെ വരവോടുകൂടി സമയത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ജീവിതമാണ് വന്നത്. അതായത് രാവിലെ എത്ര മണിക്ക് കയറണം, ഫുഡ് കഴിക്കേണ്ട സമയം, വൈകിട്ടുള്ള വൈകിട്ടുള്ള സമയം, ഇറങ്ങേണ്ട സമയം, ഇങ്ങനെ ഓരോന്നും സമയത്തിന് അധിഷ്ഠിതമായിട്ട് മാറി. അതുകൊണ്ടാണ് ക്ലോക്ക് കേന്ദ്രീകൃത ജീവിതം നിലവിൽ വന്നു എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കൊളോണിയൽ ഭരണകർത്താക്കളും പാശ്ചാത്യ സമൂഹ ശാസ്ത്രജ്ഞന്മാരും ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പുലർത്തുന്ന കാഴ്ചപ്പാടിനെ വിവരിക്കുക. അതായത് ഈ പറയുന്ന സമൂഹശാസ്ത്ര സങ്കല്പ രൂപം കൊണ്ട സമയത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുകയായിരുന്നു. ആ സമയത്തുള്ള ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച്, ഓരോ സമൂഹങ്ങളെ കുറിച്ച് അവർ പഠനം നടത്തിയപ്പോൾ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയതിനെ കുറിച്ച് വിവരിക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് വന്ന പാശ്ചാത്യരായിരുന്നു ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, പിന്നെ ഫ്രഞ്ചുകാർ, അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ. ഈ ബ്രിട്ടീഷുകാരാണ് ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യയിൽ വന്നത്. ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യ വിട്ട് പോകുന്നതും ബ്രിട്ടീഷുകാരായിരുന്നു. ഈ ബ്രിട്ടീഷുകാരാണ് കൊളോണിയൽ റൂള് കൊണ്ടുവന്നത്. മറ്റുള്ളവരും കൊളോണിയൽ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മാറി അവസാനം ബ്രിട്ടീഷുകാരുടെ കോളനികളായി. ഇന്ത്യ മുഴുവനായിട്ട് കോളനിവൽക്കരിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന യൂറോപ്യൻ പാശ്ചാത്യ രാജ്യത്തുള്ള സമൂഹ ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഈ 4 അത് എന്തൊക്കെയാണെന്ന് നോക്കാം. പാശ്ചാത്യ പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥരും ഇന്ത്യൻ സമൂഹത്തെ പാശ്ചാത്യ സമൂഹത്തിന്റെ വിപരീതമായ ഒരു വ്യവസ്ഥയായി കണ്ടു. അതായത് പാശ്ചാത്യ വ്യവസ്ഥയ്ക്ക് നേരെ വിപരീതമാണ് ഇന്ത്യൻ സമൂഹ വ്യവസ്ഥ എന്നുള്ളത് അവർ കണ്ടു. അതാണ് ആദ്യമേ അവരുടെ പഠനത്തിലെ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ എന്താണ്? ഇന്ത്യൻ ഗ്രാമങ്ങൾ മാറ്റമില്ലാത്തവയായി ചിത്രീകരിക്കപ്പെട്ടു. അതായത് പാശ്ചാത്യ ഗ്രാമങ്ങൾ എല്ലാം മാറി. അതായത് വ്യവസായവൽക്കരണം വന്നപ്പോൾ പാശ്ചാത്യ ഗ്രാമങ്ങൾ മാറി, യന്ത്രവൽക്കരണം വന്നു, കൃഷി രീതികൾ മാറി, എല്ലാം മാറിയെങ്കിലും പക്ഷെ ഇന്ത്യൻ ഗ്രാമങ്ങൾ മാറ്റമില്ലാതെ തന്നെ ചിത്രീകരിക്കപ്പെട്ടു. കാരണം എന്തൊക്കെ എങ്ങനെയാണോ കൃഷി സമ്പ്രദായം ഉണ്ടായിരുന്നത് അതേ സമ്പ്രദായം തന്നെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരുന്നു ഇന്ത്യൻ സമൂഹം. അതാണ് അദ്ദേഹം പറയുന്നത്. മാറ്റമില്ലാത്തവയായി ചിത്രീകരിക്കപ്പെട്ടു. ഇന്ത്യൻ ഗ്രാമങ്ങളെ പാശ്ചാത്യ സമൂഹങ്ങളുടെ ശൈശവ ദശയിലുള്ള അവശിഷ്ടമായി അവർ ചിത്രീകരിച്ചു. നമ്മുടെ ഗ്രാമങ്ങളെ അവർ എങ്ങനെയാണ് കണ്ടത്? പാശ്ചാത്യ സമൂഹങ്ങളുടെ ശൈശവ ദശയിലുള്ള അതായത് തുടക്ക കാലഘട്ടത്തിലെ പാശ്ചാത്യ സമൂഹങ്ങൾ എങ്ങനെയിരുന്നോ ആ ശൈശവ ദശയിലുള്ള ഒരു അവശിഷ്ടമായി, അതൊരു അവശിഷ്ടമായിട്ട്, അതായത് എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന ഒരു വസ്തു പോലെ ഇന്ത്യൻ ഗ്രാമങ്ങളെ അവർ എന്ത് ചെയ്തു? ചിത്രീകരിച്ചു. ഇനി 19ാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ യൂറോപ്പിന്റെ ഭൂതകാലത്തിന് സമാനമായി വിലയിരുത്തപ്പെട്ടു. അതായത് 19ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷുകാർ വന്ന ആ 10ാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ യൂറോപ്പിന്റെ ഭൂതകാലത്തിന് സമാനമായി വിലയിരുത്തപ്പെട്ടു. ഭൂതകാലം എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലം. പണ്ട് യൂറോപ്പ്, ഇന്ന് ശക്തമായ യൂറോപ്പിന്റെ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. മനുഷ്യരൊക്കെ കൃഷിപ്പണി ചെയ്തും അന്ധവിശ്വാസങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇരുട്ടിനെ ഭയമുള്ളവരായിരുന്നു യൂറോപ്യൻസ്. നമുക്കറിയാം ഡ്രാക്കുള മുതലായ അങ്ങനെയുള്ള കഥകളിലൊക്കെ വിശ്വസിച്ച് അന്ധവിശ്വാസങ്ങൾ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരു ഭൂതകാലം യൂറോപ്യൻസിനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഭൂതകാലത്തിലേക്കാണ് ഇന്ത്യയുടെ 19ാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ അവർ വിലയിരുത്തിയിരുന്നത്. അതിന് സമാനമായിട്ടായിരുന്നു അവർ വിലയിരുത്തിയിരുന്നത്. അപ്പൊ ഈ ചോദ്യം കൊളോണിയൽ ഭരണകർത്താക്കളും പാശ്ചാത്യ സാമൂഹ്യ ശാസ്ത്രജ്ഞരും ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പുലർത്തുന്ന കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ ഈ 4 അവർ പുലർത്തിയ കാഴ്ചപ്പാടുകൾ. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സമൂഹശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധമാണ്. സമൂഹശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും. എന്താണ് ഈ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, വിതരണം എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. സാധനങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുക, അതായത് വിൽക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചുള്ള പഠനം. അപ്പൊ അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പൊ എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ചോദിച്ചാൽ ഈ പോയിന്റാണ് എഴുതുന്നത്. അടുത്തത് ഈ സാമ്പത്തിക ശാസ്ത്രത്തിന് 3ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രം, പരമ്പരാഗത സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രമീമാംസ സാമ്പത്തിക ശാസ്ത്രം. അപ്പൊ ക്ലാസിക്കൽ, പരമ്പരാഗത,
രാഷ്ട്രമീമാംസ. അതിൽ ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രം ഒരുപാട് പഴക്കം ചെന്ന സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തികമായ വിഭേദകങ്ങളുടെ പരസ്പര ബന്ധമാണ് ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. സാമ്പത്തികമായ വിഭേദകങ്ങൾ എന്തൊക്കെയാണ്? വിഭേദകങ്ങൾ വില, ചോദനവും പ്രധാനവും, പണത്തിന്റെ ഒഴുക്ക്, ഉൽപ്പന്ന ഘടക അനുപാതം. അതായത് വില, ചോദനവും പ്രധാനവും, പണത്തിന്റെ ഒഴുക്ക്, ഉൽപ്പന്ന ഘടക അനുപാതം മുതലായ ഘടകങ്ങളെയാണ് ആ ഘടകങ്ങളുടെ പരസ്പര ബന്ധമാണ് ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള പഠനമാണ് ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രം. പരമ്പരാഗത സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു സാമ്പത്തിക ശാസ്ത്രമാണ്. അതെന്തിനാണ് പ്രതിനിധീകരിക്കുന്നത് വെച്ചാൽ, ഒരു സമൂഹത്തിലെ ദുർലഭ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും നീക്കിവയ്ക്കലാണ് മുഖ്യ പ്രതിപാദ്യം. എന്താണ് ഇതിന്റെ മുഖ്യ പ്രതിപാദ്യം? ദുർലഭ വസ്തുക്കൾ. ദുർലഭം എന്ന് വെച്ചാൽ കിട്ടാനില്ലാത്ത, സുലഭം എന്ന് വെച്ചാൽ കിട്ടാൻ ചാൻസ് ഉള്ള, ഒരുപാട് കിട്ടുന്ന. ദുർലഭം എന്ന് വെച്ചാൽ കിട്ടാനേ ഇല്ലാത്ത അങ്ങനെയുള്ള വസ്തുക്കളുടെയും സേവനങ്ങളുടെയും നീക്കിവയ്ക്കൽ, നാളത്തേക്കുള്ള നീക്കിവയ്ക്കൽ, അതിനെക്കുറിച്ചുള്ള പഠനമാണ് എന്ത് നടത്തുന്നത്? പരമ്പരാഗത സാമ്പത്തിക ശാസ്ത്രം നടത്തുന്നത്. മൂന്നാമത്തെ എന്താണ്? രാഷ്ട്രമീമാംസ സാമ്പത്തിക ശാസ്ത്രം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നത്തെ കാലത്ത് നിലനിൽക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് രാഷ്ട്രമീമാംസ സാമ്പത്തിക ശാസ്ത്രം. പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയാം. സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉടമസ്ഥാവകാശത്തിന്റെയും ഉൽപാദനോപാധികളുടെയും വിശാലമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സമ്പാദ്യം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അതായത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്, കൃഷിപ്പണി ചെയ്യുന്നത്, വീട് റെന്റിന് കൊടുക്കുന്ന, ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സമ്പാദ്യം കൊണ്ടുവരുന്ന പ്രവർത്തനമായതുകൊണ്ട് അതെല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉടമസ്ഥാവകാശത്തിന്റെയും ഉൽപാദനോപാധികളുടെയും വിശാലമായ ചട്ടക്കൂടിൽ, ഉടമസ്ഥാവകാശം എന്ന് വെച്ചാൽ ഓരോ സമ്പാദ്യത്തിന്റെ ഉടമസ്ഥാവകാശം, അതിന്റെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുടെ ആ അവകാശത്തിന്റെയും ഉൽപാദനോപാധികളുടെയും, ഉൽപാദനം ചെയ്യാനുള്ള ഉപാധികളുടെയും വിശാലമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട്, അതായത് എല്ലാ തലങ്ങളിലും നിന്നുകൊണ്ട്, എല്ലാ ഏരിയകളും ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകാനുണ്ടാകുന്ന വിശാലമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് എന്താണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്താണ്? രാഷ്ട്രമീമാംസ സാമ്പത്തികം എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂന്നുമാണ് സാമ്പത്തിക ശാസ്ത്രത്തിനെ കുറിച്ച് വിവരിക്കേണ്ടത്. അതുപോലെ തന്നെ സമൂഹശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും നമ്മളിവിടെ ഡിസ്കഷൻ ചെയ്യുന്നത്. അതിൽ സമൂഹശാസ്ത്രം എങ്ങനെയാണ് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. സമൂഹശാസ്ത്രം സാമ്പത്തിക പെരുമാറ്റത്തെ കാണുന്നത് സാമൂഹിക നിയമങ്ങളുടെയും മൂല്യങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും താല്പര്യങ്ങളുടെയും വിശാലമായ പശ്ചാത്തലത്തിലാണ്. സാമൂഹിക നിയമങ്ങളുടെയും മൂല്യങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും പിന്നെ താല്പര്യങ്ങളുടെയും വിശാലമായ പശ്ചാത്തലത്തിലാണ് സാമ്പത്തിക പെരുമാറ്റത്തെ സമൂഹശാസ്ത്രം നോക്കിക്കാണുന്നത്. സാമ്പത്തിക പെരുമാറ്റം എന്ന് പറയുമ്പോൾ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന സാമ്പത്തിക പെരുമാറ്റവും ഉണ്ട്, സമൂഹത്തിന് ഉപദ്രവമാവുന്ന സാമ്പത്തിക പെരുമാറ്റവും ഉണ്ട്, അല്ലേ? ഇപ്പം പല പല വിസ തട്ടിപ്പുണ്ട്, പിന്നെ പല കോഴ്സുകൾ പറഞ്ഞ് കുട്ടികളിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് തട്ടിപ്പ് നടത്തുന്നതുണ്ട്. അപ്പം അതൊക്കെ ഒരു സാമ്പത്തിക രീതികളാണ്. പക്ഷെ അതെല്ലാം സമൂഹത്തിന് പ്രയോജനപ്പെടുന്നതാണോ? അല്ല. അപ്പം സമ്പാദ്യം ഉണ്ടാക്കുന്ന രീതി എങ്ങനെയുള്ളതായിരിക്കണം? സാമൂഹിക നിയമങ്ങളുടെയും മൂല്യങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും താല്പര്യങ്ങളുടെയും വിശാലമായ പശ്ചാത്തലത്തിലായിരിക്കണം. അല്ലാണ്ട് സമൂഹത്തിന് ദോഷം വരുന്ന സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ അത് ആര് കാണുന്നില്ല? സമൂഹശാസ്ത്രം അത് അംഗീകരിക്കുക. സമൂഹശാസ്ത്രം എപ്പോഴും എന്താ അംഗീകരിക്കുക? സമൂഹത്തിന്റെ നല്ലതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, സമൂഹത്തിന് ദോഷം വരാത്തുള്ള പ്രവർത്തനങ്ങൾ, സമൂഹത്തിൽ എന്താണ്, അതായത് സമൂഹത്തിലെ കെട്ടുറപ്പിന് വേണ്ടിയുള്ളത് ഉള്ള പെരുമാറ്റങ്ങൾ, സമ്പത്തിടപാടുകൾ, ഇതൊക്കെ സമൂഹശാസ്ത്രം അംഗീകരിക്കത്തുള്ളൂ. അല്ലാണ്ട് സാമ്പത്തിക പ്രവർത്തനം എന്ന പേരിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത്, സമ്പാദ്യം ഉണ്ടാക്കുന്നതൊന്നും സമൂഹശാസ്ത്രം അംഗീകരിക്കില്ല. ആ സമൂഹശാസ്ത്രം എന്തിനെ അംഗീകരിക്കത്തുള്ളൂ? നിയമങ്ങളുടെ അടിസ്ഥാനത്തിലും മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലും ആ സമൂഹത്തിൽ നടക്കുന്ന സമ്പ്രദായങ്ങളുടെയും പിന്നെ ജനങ്ങളുടെ താല്പര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് സമൂഹശാസ്ത്രം സാമ്പത്തിക പെരുമാറ്റത്തെ നോക്കിക്കാണുന്നത്. അപ്പം ഈ പറയുന്ന ഇത് ഇത്രയാണ് സമൂഹശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, രണ്ടിനെയും കുറിച്ച് ചർച്ച ചെയ്യുക എന്നെല്ലാം പറഞ്ഞ് ചോദ്യം വന്നാൽ ഇതാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ
സമ്പദ് വ്യവസ്ഥയിലെ വിവേചനങ്ങളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏതെന്ന് ചോദിച്ചാൽ ഓൺവേർഡ് കുറിച്ച് ചോദിച്ചാൽ ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രം. സമൂഹത്തിലെ ദുർലഭ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും നീക്കിവയ്ക്കലിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏത്? അത് ഏത് സാമ്പത്തിക ശാസ്ത്രം എന്ന് ചോദിച്ചാൽ പരമ്പരാഗത സാമ്പത്തിക ശാസ്ത്രം. വിശാലമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഉൽപാദനത്തിനെയും ഉടമസ്ഥാവകാശത്തിനെയും ഒക്കെ നോക്കിക്കാണുന്ന ഏതെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രമീമാംസ സാമ്പത്തിക ശാസ്ത്രം. ഇത് ഇത്രയും മറന്നു പോകരുത്. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതായി നമുക്ക് മുൻ വർഷത്തിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ചോദ്യം: സമൂഹശാസ്ത്രവും രാഷ്ട്രമീമാംസയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ സമൂഹശാസ്ത്രവും രാഷ്ട്രമീമാംസയും തമ്മിലുള്ള വ്യത്യാസം ഇതുപോലെ കോളം എഴുതി രണ്ടിൻ്റെ വ്യത്യാസം എഴുതണം. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളെയും കുറിച്ചുള്ള പഠനം. സമൂഹശാസ്ത്രം എന്താണ്? സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളെയും കുറിച്ചുള്ള പഠനം. സാമ്പത്തിക തലങ്ങൾ, ജാതി, മതം, വിദ്യാർത്ഥി, അങ്ങനെ ആ വിദ്യാർത്ഥി, ആൺ പെൺ, ഇങ്ങനെ എല്ലാ തലങ്ങളെയും കുറിച്ച് പഠനം നടത്തുന്നതാണ് സമൂഹശാസ്ത്രം. അതേസമയം രാഷ്ട്രമീമാംസ എന്താണ് ചെയ്യുന്നത്? ഔപചാരിക സംഘടനകളിൽ അന്തർലീനമായിരിക്കുന്ന അധികാരത്തെക്കുറിച്ചുള്ള പഠനം. ഔപചാരിക സംഘടനകൾ, പെർമനന്റ് അല്ലാത്ത അതായത് പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ, രാജ്യത്തുണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഒരുപാട് പാർട്ടികൾ വരാറുണ്ട്, ചില രാഷ്ട്രീയങ്ങൾ ഇല്ലാതാകാറുണ്ട്. അപ്പം ഔപചാരിക സംഘടനകളിലെ അന്തർലീനമായിരിക്കുന്ന അധികാരത്തെക്കുറിച്ചുള്ള പഠനം. ആ പാർട്ടികൾ അധികാരത്തിലെത്തിയ ഗവൺമെൻറ്റായി മാറി അവരിലുള്ള അധികാരത്തെക്കുറിച്ചുള്ള പഠനമാണ് രാഷ്ട്രമീമാംസ ചർച്ച ചെയ്യുന്നത്. അതായത് എന്തെല്ലാം അധികാരമുണ്ട്, അവർക്ക് എന്തെല്ലാം അധികാര പരിധികളുണ്ട്, ഇതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നതാണ്, പഠിക്കുന്നതാണ് രാഷ്ട്രമീമാംസ. രണ്ടാമത്തെ എന്താണ്? ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന് സമൂഹശാസ്ത്രം ഊന്നൽ നൽകുന്നു. സമൂഹശാസ്ത്രം സമൂഹത്തെക്കുറിച്ച് മാത്രമല്ല, ആ സമൂഹം കെട്ടിപ്പടുത്തുയർത്തിയ ഗവൺമെന്റും ആ സമൂഹവും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ചും എന്താണ് സമൂഹശാസ്ത്രം ഊന്നൽ നൽകുന്നുണ്ട്. അതേസമയം രാഷ്ട്രമീമാംസയോ ഗവൺമെന്റിനകത്ത് നടക്കുന്ന പ്രക്രിയകൾക്ക് ഊന്നൽ നൽകുന്നു. ഗവൺമെന്റ് സമൂഹവും തമ്മിലല്ല, ഗവൺമെന്റിന്റെ ഉള്ളിൽ എന്തെല്ലാം പ്രക്രിയകളുണ്ട്, ഗവൺമെന്റ് എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കും, എന്തൊക്കെയാണ്, അതായത് ഒരു പാർട്ടി ജയിച്ചു വന്നാൽ ആ പാർട്ടി ആ ഗവൺമെന്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, ആ പാർട്ടിയിലൂടെ ആ ഗവൺമെന്റിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരും എന്നിവയെക്കുറിച്ചുള്ളതെല്ലാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നതാണ് രാഷ്ട്രമീമാംസ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഈ 4 വ്യത്യാസങ്ങളും എഴുതണം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും. ഇനി അപ്പം രാഷ്ട്രമീമാംസയും സമൂഹശാസ്ത്രവും കൂടെ ചേർന്നതാണ് രാഷ്ട്രീയ സമൂഹശാസ്ത്രം. രാഷ്ട്രീയ സമൂഹശാസ്ത്രം എന്താണ്? രാഷ്ട്രീയ സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് രാഷ്ട്രമീമാംസയിൽ സമൂഹശാസ്ത്രത്തിന്റെ സ്വാധീനം മൂലം രൂപം കൊണ്ട ശാസ്ത്രശാഖയാണ് രാഷ്ട്രീയ സമൂഹശാസ്ത്രം. രാഷ്ട്രമീമാംസയിൽ സമൂഹശാസ്ത്രത്തിന്റെ സ്വാധീനം മൂലം രൂപം കൊണ്ട ഒരു ശാസ്ത്രശാഖയാണ് രാഷ്ട്രീയ സമൂഹശാസ്ത്രം. ഇതാരാണ് ഉപജ്ഞാതാവ്? മാക്സ് വെബറാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. ഇപ്പോൾ പരീക്ഷയിൽ ചോദിക്കും, രാഷ്ട്രീയ സമൂഹശാസ്ത്രജ്ഞത്തിന്റെ ഉപജ്ഞാതാവ് ആര്, മുഖ്യ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ മാക്സ് വെബറാണ്. മാക്സ് വെബർ മുഖ്യ ഉപജ്ഞാതാവായ സമൂഹശാസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയ സമൂഹശാസ്ത്രം. അങ്ങനെ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ രാഷ്ട്രീയ സമൂഹശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് പഠന വിഷയങ്ങളായിട്ടുള്ളതെന്ന് വെച്ചാൽ രാഷ്ട്രീയ സംഘടനകളിലെ അംഗത്വം, അതായത് നമ്മളൊരു പാർട്ടിയിലേക്കുള്ള ആ സംഘടനയിലേക്ക് അംഗത്വം എടുക്കുന്നതിനെ കുറിച്ച്, എങ്ങനെയാണ് അംഗത്വം എടുക്കുന്നത്, അംഗത്വം സ്വീകരിക്കേണ്ട രീതികൾ, ഇതിനെക്കുറിച്ചെല്ലാം പഠനം നടത്തുന്നുണ്ട്. പിന്നെന്താണ്? തീരുമാനമെടുക്കൽ പ്രക്രിയ, അതായത് ആ പാർട്ടിക്കുള്ളിലെ തീരുമാനമെടുക്കുന്ന പ്രക്രിയകളെ കുറിച്ച്, പാർട്ടിയെ പിന്തുണയ്ക്കാനുള്ള സാമൂഹിക കാരണങ്ങളെ കുറിച്ച്, അതായത് ഒരു പാർട്ടി മുന്നിൽ വരുന്നുവെങ്കിൽ അത് ആ സമൂഹം അവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണങ്ങൾ, ചില പാർട്ടികൾ ഏതെങ്കിലും മതത്തിന് സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികളുണ്ട്. അപ്പോൾ ആ മതത്തെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് സമൂഹം അതിനെ പിന്തുണയ്ക്കാം. ഇല്ലെങ്കിൽ ചില പാർട്ടികൾ ജനാധിപത്യ രീതിയിലുള്ള പാർട്ടികൾ ഉണ്ട്. പിന്നെ അപ്പം മതത്തിന് ഊന്നൽ നൽകുന്ന പാർട്ടികൾ, ജനാധിപത്യത്തിന് ഊന്നൽ നൽകുന്ന പാർട്ടികൾ, അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥിതിക്ക് ഊന്നൽ നൽകുന്ന പാർട്ടികൾ, അങ്ങനെ പലതരം പാർട്ടികളുണ്ട്. അപ്പം ആ ജനങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് പിന്തുണ കൊടുക്കുന്നത്, ആ പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നത് ഏതിൻ്റെ കാരണത്തിന്, അതിനെക്കുറിച്ചുള്ള പഠനം നടത്തുന്നുണ്ട്
അതുപോലെ ലിംഗഭേദത്തിനുള്ള പങ്ക്, അത് ആ പാർട്ടിയിൽ ആൺ പെൺ എന്ന് പറയുന്ന രണ്ട് വിഭാഗവും ആ പാർട്ടി പ്രവർത്തകരായിരിക്കും. അതിൽ സ്ത്രീകളുടെ പങ്ക് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ പുരുഷന്മാരുടെ പങ്ക് എത്രത്തോളം ഉണ്ട്, സ്ത്രീകൾ അധികാരത്തിൽ സ്ത്രീകൾക്ക് ആ പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അധികാരം കൊടുക്കുന്നുണ്ടോ, സ്ത്രീകളുടെ കൈകളിൽ അധികാരം കൊടുക്കുന്നുണ്ടോ, സ്ത്രീകൾക്ക് അവിടെ അവകാശങ്ങൾ കൊടുക്കുന്നുണ്ടോ, ഇതൊക്കെ അല്ലെങ്കിൽ ലിംഗഭേദത്തിനുള്ള പങ്ക് എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഈ രാഷ്ട്രീയ സമൂഹശാസ്ത്രത്തിലെ പഠന വിഷയങ്ങളാണ്. അപ്പം രാഷ്ട്രീയ സമൂഹശാസ്ത്രത്തിലെ പഠന വിഷയങ്ങളാണ് ഈ പറഞ്ഞത് മുഴുവൻ. രാഷ്ട്രീയ സംഘടനകളിലെ അംഗത്വം, തീരുമാനമെടുക്കൽ പ്രക്രിയ, പാർട്ടിയെ പിന്തുണയ്ക്കാനുള്ള സാമൂഹിക കാരണങ്ങൾ, ലിംഗഭേദത്തിനുള്ള പങ്ക്, ഇതൊക്കെയാണ് പഠന വിഷയം. അപ്പോൾ എല്ലാ ശാസ്ത്രത്തിലും ഓരോ അതിൻ്റെതായ പഠന വിഷയങ്ങളുണ്ട്. ആ പഠന വിഷയങ്ങളും കൂടെ പഠിച്ചിട്ട് വേണം അതിനെക്കുറിച്ച് വിവരിച്ചെഴുതാൻ. അപ്പോൾ ഈ രണ്ട് സെക്ഷനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. ചരിത്രം, സമൂഹശാസ്ത്രം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വിവരിക്കുക. അതായത് ചരിത്രവും സമൂഹശാസ്ത്രവും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് രണ്ട് കോളം വെച്ച് നമ്മൾ എഴുതണം. ചരിത്രത്തിൻ്റെ വ്യത്യാസം എന്താണ്? ഭൂതകാലത്തെക്കുറിച്ചുള്ള പഠനം. ഭൂതകാലം എന്ന് വെച്ചാൽ പഴയ കാലം, അതായത് ഒന്നാം ലോക മഹായുദ്ധം, മെസപ്പൊട്ടോമിയ സംസ്കാരം, അങ്ങനെ പണ്ട് നടന്ന സംഭവങ്ങൾ, പഴയ കാലങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത് ചരിത്രം. അതേസമയം സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് സമകാലിക സമൂഹത്തെക്കുറിച്ചുള്ള പഠനം. സമകാലികം എന്ന് വെച്ചാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ഇന്ന് നിലവിൽ എന്ത് സമൂഹമുണ്ടോ ആ സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് സമൂഹശാസ്ത്രം. അടുത്ത ഡിഫറൻസ് എന്താണ്? യഥാർത്ഥ സംഭവങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് അവ യഥാർത്ഥത്തിൽ എങ്ങനെ സംഭവിച്ചു എന്ന് സ്ഥാപിക്കുന്നു. യഥാർത്ഥ സംഭവങ്ങൾ, അതായത് ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം എടുക്കാം. അപ്പം അത് ഒരു യഥാർത്ഥ സംഭവമാണ്, നടന്ന സംഭവമാണ്. ആ സംഭവത്തെ ചിത്രീകരിച്ചുകൊണ്ട് അത് എങ്ങനെ നടന്നു, യഥാർത്ഥത്തിൽ എങ്ങനെ സംഭവിച്ചു എന്ന് സ്ഥാപിക്കുന്നതാണ് ചരിത്രമെങ്കിൽ കാര്യകാരണ ബന്ധം സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു കാര്യം നടന്നാൽ അതിനൊരു കാരണവും ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു കാരണത്താലല്ലോ ഒരു കാര്യം ഉണ്ടാകുന്നു. ഒരു പുക ഉണ്ടാണെങ്കിൽ അതിനൊരു തീയും ഉണ്ടായിരിക്കണം. അപ്പം ആ കാര്യകാരണ ബന്ധം സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം നടന്നു എന്ന് ചരിത്രം പറഞ്ഞ് അത് നടക്കാനുള്ള കാര്യം എന്താണ്, എന്തു കാരണം കൊണ്ടാണ് അത് ഉണ്ടായത്, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടായത് കൊണ്ടാണ് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോയത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതാണ് സമൂഹശാസ്ത്രം. മൂർദ്ധമായ വിശദാംശങ്ങളെ കുറിച്ച് പഠിക്കുന്നു. മൂർദ്ധമായ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം നടന്നു, പണ്ട് നടന്ന ഒരു സംഭവം, അതിലുണ്ടായ മൂർദ്ധമായ സംഭവം, അതിൽ പല കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ എടുത്തു പറയാവുന്ന സംഭവങ്ങളുണ്ടായിരിക്കും. ആ നടന്ന ചരിത്രത്തിൽ എടുത്തു പറയാവുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് മൂർത്തമായ വിശദാംശങ്ങളെ കുറിച്ച് മാത്രം അവർ നോക്കും. കാരണം അന്നത്തെ കാലത്തെ സമൂഹ ജീവിതം, ജനജീവിതം, ബാക്കിയുള്ളവരുടെ ഒരു കാര്യം അന്വേഷിക്കില്ല. അതിൽ മെയിനായിട്ട് നടന്നത് ഒരു കൊലയാണ് നടന്നെങ്കിൽ ആ കൊല, ഒരു കൂട്ടക്കൊലയാണ് നടന്നെങ്കിൽ ഒരു കൂട്ടക്കൊല, അത് മാത്രം എടുത്ത് വിശദമാക്കുന്നു, പഠിക്കുന്നു. അതേസമയം ഇവിടെയാണെങ്കിലോ മൂർത്തമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വസ്തുതകൾ വേർതിരിച്ച് എടുത്ത് അവയെ തരം തിരിച്ച് സാമാന്യവൽക്കരണം നടത്താനും ശ്രമിക്കുന്നു. അത് അങ്ങനെ ഒരു സംഭവം നടന്നു, ഇപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്ന ഒരു ചരിത്ര സംഭവമാണ്. അതിന് യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുതകൾ, അതിന് കാരണമായ വസ്തുതകളെ വേർതിരിച്ചെടുത്ത് അവയെല്ലാം തരം തിരിച്ച് സാമാന്യവൽക്കരണം നടത്തുക എന്ന് വെച്ചാൽ മറ്റെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വിവരിക്കുന്നു. അതാണ് ആര് ചെയ്യുന്നത്? സമൂഹശാസ്ത്രം ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് ചരിത്രവും സമൂഹശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് എഴുതേണ്ടത്. ഈ ചരിത്രവും സമൂഹശാസ്ത്രവും കൂടെ ചേർന്ന ഒരു ശാസ്ത്രശാഖയാണ് സാമൂഹിക ചരിത്രം. കാരണം ചരിത്രത്തിനുള്ളിൽ ഒരു ചരിത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ ചരിത്രത്തിൽ നടന്ന സംഭവം, ആ ഹിസ്റ്ററി ഉണ്ടായ സമയത്തുള്ള സാമൂഹിക ജീവിതത്തെ കൂടി നോക്കിക്കാണും ഈ സാമൂഹ്യ ചരിത്രം എന്ന് പറയുന്ന ശാസ്ത്രശാഖ. അതെന്താണെന്ന് നോക്കാം. ചരിത്രം കൂടുതൽ സാമൂഹികമാകുന്നതിൻ്റെ തെളിവാണ് സാമൂഹ്യ ചരിത്ര ശാഖ. അതായത് ചരിത്രം മാത്രം പോരാ, ആ സമയത്തുണ്ടായ സാമൂഹ്യ ജീവിതവും കൂടെ, അല്ലെ അന്നത്തെ മനുഷ്യരുടെ ജീവിത നിലവാരം എങ്ങനെയായിരുന്നു, അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ചരിത്രം കൂടുതൽ സാമൂഹികമാകുന്നതിൻ്റെ തെളിവാണ് സാമൂഹിക ചരിത്ര ശാഖ. ഈ ഒരു ശാസ്ത്രം വന്നിട്ട് എന്തൊക്കെ വിഷയങ്ങളിലാണ് പഠനം നടത്തുന്നത്? സാമൂഹ്യ മാതൃകകൾ, ലിംഗപരമായ ബന്ധങ്ങൾ, അതായത് ആ കാലഘട്ടത്തിൽ നടന്ന ലിംഗപരമായ ബന്ധങ്ങൾ, അതായത് ആണിൻ്റെ അവകാശം, പെണ്ണിൻ്റെ അവകാശം, ആണ് എന്തൊക്കെ ജോലികൾ ചെയ്തിരുന്നു, സ്ത്രീകൾ എന്തൊക്കെ ജോലികൾ ചെയ്തിരുന്നു, അതല്ല ലിംഗപരമായ ബന്ധങ്ങൾ, വഴക്കങ്ങൾ, അതായത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അങ്ങനെയുള്ള വഴക്കങ്ങൾ, ജീവിത രീതികൾ, പിന്നെ ആചാരങ്ങൾ,
പ്രധാന സ്ഥാപനങ്ങൾ അന്ന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാന സ്ഥാപനങ്ങൾ. ഫോർ എക്സാമ്പിൾ മുഗൾ ചക്രവർത്തിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചരിത്രകാലമാണ്, അതൊരു ചരിത്രകാലം. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്ഥാപനങ്ങൾ താജ്മഹലുണ്ട്, കുത്തബ് മീനാറുണ്ട്, റെഡ് ഫോർട്ട് ഉണ്ട്, ചെങ്കോട്ടയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാന ആ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാന സ്ഥാപനങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാന സ്ഥാപനങ്ങൾ ഇവയെല്ലാം കുറിച്ച് പഠനം നടത്തുന്ന ഒരു പഠനശാഖയാണ് സാമൂഹിക ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ചോദ്യത്തിൽ നിന്നും ചോദ്യം വന്ന ഈ രണ്ട് സെക്ഷനിൽ നിന്ന് ചോദ്യം വന്ന ഉത്തരം എഴുതാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ സെക്ഷൻ നോക്കാം. ഈ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ സെക്ഷൻ ഇതോടുകൂടി ചാപ്റ്റർ തീരുന്നതാണ്. എന്താണ് മനഃശാസ്ത്രം? മനഃശാസ്ത്രം എന്നത് എന്താണ്? പെരുമാറ്റത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം. പെരുമാറ്റത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം. പെരുമാറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ പെരുമാറ്റം നോർമലുമുണ്ട്, അബ്നോർമലുമുണ്ട്. നോർമൽ അല്ലാതെയും നമ്മൾ പെരുമാറാറുണ്ട്. അപ്പം നോർമൽ അല്ലാതെ ഒരാൾ പെരുമാറുകയാണ് അയാളുടെ മനസ്സിന് എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പം അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ശാഖയാണ് മനഃശാസ്ത്രം. ഒരാളുടെ നോർമൽ അല്ലാത്തുള്ള പ്രവർത്തനങ്ങൾക്ക്, പ്രതികരണങ്ങൾക്ക്, പെരുമാറുന്നതിനുള്ള കാരണങ്ങളെക്കുറിച്ച് പഠനം നടത്തി അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു ശാസ്ത്രമാണ് എന്ത്? മനഃശാസ്ത്രം. ഈ മനഃശാസ്ത്രത്തിൻ്റെ പഠനശാഖ എന്തൊക്കെയാണ്? ഇത് പ്രധാനമായും വ്യക്തിയുടെ ബുദ്ധിയും വിജ്ഞാനവും. ഒരു വ്യക്തിക്ക്, എല്ലാ മനുഷ്യർക്കും ബുദ്ധിയുണ്ട്, ആ ബുദ്ധി കൊണ്ട് നേടുന്ന അറിവാണ് വിജ്ഞാനം. അപ്പോൾ ബുദ്ധിയും വിജ്ഞാനവും അതിനെക്കുറിച്ച് പഠനം നടത്തുന്നുണ്ട്. പ്രേരണകളും ഓർമ്മയും, അതായത് നമ്മൾ ഓർമ്മിച്ച് വയ്ക്കാൻ കാരണമായ പ്രേരണകൾ, എന്തൊക്കെ പ്രേരണകളാണ് നമ്മുടെ ഓർമ്മയിലേക്ക്? ഡെയിലി ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്, അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാതെ ഓർത്തു വയ്ക്കുന്നു, അതിന് കാരണമായ പ്രേരണകൾ. അപ്പോൾ പ്രേരണകളും ഓർമ്മയും, നാഡീവ്യൂഹവും പ്രതികരണ സമയവും, നമ്മുടെ ശരീരത്തിലെ നാഡീവ്യൂഹവും അത് പ്രതികരിക്കാൻ എടുക്കുന്ന സമയവും, പിന്നെ പ്രതീക്ഷകളും ആശങ്കകളും എന്നിവയെക്കുറിച്ചുള്ള പഠന വിഷയമാണ്. എന്നിവയാണ് ഈ ശാസ്ത്രത്തിലെ പഠന വിഷയങ്ങൾ. അപ്പോൾ മനഃശാസ്ത്രത്തിലെ പഠന വിഷയം, മനഃശാസ്ത്രം എന്താണ്, അതിലെ പഠന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പഠന വിഷയങ്ങളുണ്ട്? ഇത് പ്രധാനമായും വ്യക്തിയുടെ ബുദ്ധിയും വിജ്ഞാനവും, പ്രേരണകളും ഓർമ്മയും, നാഡീവ്യൂഹവും, പ്രതികരണ സമയവും, പ്രതീക്ഷകളും ആശങ്കകളും ഒക്കെയാണ് ഇതിലെ പഠന വിഷയം. അപ്പൊ സമൂഹ മനഃശാസ്ത്രം എന്ന് പറയുന്ന പുതിയൊരു ശാസ്ത്രശാഖ ഉണ്ട്. അതിന് കാരണം ഏതൊക്കെ ചേർന്നതാണ്? മനഃശാസ്ത്രവും സമൂഹശാസ്ത്രവും ചേർന്നതാണ് സമൂഹ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ ഇവിടെ പെരുമാറ്റത്തിന്റെ ശാസ്ത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? മനഃശാസ്ത്രം. അതുപോലെ സമൂഹ മനഃശാസ്ത്രം എന്ന് പറയുന്നത് സമൂഹശാസ്ത്രവും ഡാഷും ചേർന്നതാണ്. അവിടെ എന്താണ് ഉത്തരം എഴുതേണ്ടത്? മനഃശാസ്ത്രം. സമൂഹ മനഃശാസ്ത്രം എന്നത് മനഃശാസ്ത്രവും ഡാഷും ചേർന്നതാണ്. അവിടെ എന്ത് എഴുതണം? സമൂഹ ശാസ്ത്രം. ഇനി മനഃശാസ്ത്രവും സമൂഹശാസ്ത്രവും ചേർന്നതാണ് ഡാഷ്. അതെന്താണ് ഉത്തരം? സമൂഹ മനഃശാസ്ത്രം. ഇനി സമൂഹശാസ്ത്രവും സമൂഹ നരവംശാസ്ത്രവും അടുത്ത സെക്ഷൻ നമുക്ക് നോക്കാം. സമൂഹശാസ്ത്രവും സമൂഹ നരവംശാസ്ത്രവും. എന്താണ് ഈ നരവംശാസ്ത്രം? ലളിത സമൂഹങ്ങളെ കുറിച്ചുള്ള സമഗ്രമായ പഠനമാണ് നരവംശാസ്ത്രം. ലളിത സമൂഹം, അതായത് വലിയ സമൂഹം അല്ലാതെ വളരെ കുറച്ച് പേര് അടങ്ങുന്ന സമൂഹങ്ങളാണ് ലളിത സമൂഹം. അവരുടെ ആക്ടിവിറ്റി വളരെ കുറച്ചായിരിക്കും, വളരെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസുകൾ അവർ ചെയ്യുന്നുള്ളൂ. ഒരു സാമൂഹികമായി ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള സമൂഹങ്ങളെ ലളിത സമൂഹങ്ങളെന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള ലളിത സമൂഹങ്ങളെ കുറിച്ചുള്ള സമഗ്രമായ പഠനമാണ് നരവംശാസ്ത്രം. പ്രധാനമായും മുഖ്യമായും അതാണ് ഗോത്ര സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനം. അതാണ് ഗോത്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും കുറച്ച് പേര്, കുറച്ച് മനുഷ്യ കൂട്ടങ്ങൾ ചേർന്ന് ഒരുമിച്ച് ജീവിക്കുന്ന അതായത് ഗോത്ര സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ലളിത സമൂഹം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗോത്ര സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നരവംശാസ്ത്രം. അപ്പൊ ഗോത്ര സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനം ഏത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുമെന്ന് ചോദിച്ചാൽ നരവംശാസ്ത്രം എന്ന് പറയാം. അതുപോലെ ലളിത സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനം ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ഉത്തരം എന്താണ്? നരവംശാസ്ത്രം. ഈ നരവംശാസ്ത്രത്തിന് രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയെന്ന് ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്താ? ഭൗതിക നരവംശാസ്ത്രം, സാമൂഹിക സാംസ്കാരിക നരവംശാസ്ത്രം. ഇത് രണ്ടുമാണ് നരവംശാസ്ത്രത്തിന്റെ രണ്ട് ശാഖ. ഇതിലെ സാമൂഹിക സാംസ്കാരിക നരവംശാസ്ത്രത്തിൽ പെടുന്നതാണ് സമൂഹശാസ്ത്രവുമായി ഏറെ സാമ്യമുള്ള ഒരു ശാസ്ത്രമാണ് ഏത്?
സാമൂഹിക സാംസ്കാരിക നരവംശശാസ്ത്രം. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം, സമൂഹശാസ്ത്രവുമായി ഏറെ സാമ്യമുള്ള നരവംശശാസ്ത്രം ഏതെന്ന് ചോദിച്ചാൽ സാമൂഹിക സാംസ്കാരിക നരവംശശാസ്ത്രം. അപ്പം ഇതോടുകൂടി ഈ ചാപ്റ്റർ തീർന്നു. ഇതാണ് ലാസ്റ്റ് സെക്ഷൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ എല്ലാ ഏരിയയും കവർ ചെയ്ത് കഴിഞ്ഞു. എവിടെ നിന്ന് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.